പ്രസിഡന്റ് ആവാനുള്ള ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതി ആവാനുള്ള ഏജ് 35 വയസ്സാണ്. വൈസ് പ്രസിഡന്റ് ആവാനും ഏജ് ഏറ്റവും കുറഞ്ഞ പ്രായം 35 കേരള ഇന്ത്യൻ ഗവർണർ ആവാനുള്ള ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലെ ഗവർണർ ആവാനുള്ള പ്രായവും ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഓക്കെ അല്ലേ? പ്രസിഡന്റിന് ആവാനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. വൈസ് പ്രസിഡന്റ് ആവാനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഗവർണർ ആവാനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. പ്രസിഡന്റിന്റെ ശമ്പളം 5 ലക്ഷം രൂപയാണ്. വൈസ് പ്രസിഡന്റ് ശമ്പളം 4 ലക്ഷം രൂപയാണ്. ഗവർണറുടെ 3.5 ലക്ഷം രൂപയാണ്. ഗവർണറുടെ ശമ്പളം 3.5 ലക്ഷം രൂപയാണ്. പ്രസിഡന്റിന്റെ പ്രായം 35. വൈസ് പ്രസിഡന്റ് ആവാനുള്ള കുറഞ്ഞ പ്രായം 35. ഗവർണർ ആവാനുള്ള കുറഞ്ഞ പ്രായവും 35. പ്രസിഡന്റിന്റെ ശമ്പളം 5 ലക്ഷം രൂപ. വൈസ് പ്രസിഡന്റിന്റെ ശമ്പളം 4 ലക്ഷം രൂപ. ഗവർണറുടെ ശമ്പളം 3.5 ലക്ഷം രൂപ. ഓക്കെ ആണോ? ഓക്കെ ആണോ? മെസ്സേജ് അയക്കുകയോ ആരെങ്കിലും ഒക്കെ പറയാം. ഓക്കെ ആണോ? ഏത് പറയണം ഒന്നുകൂടെ? വൈസ് പ്രസിഡന്റിനും പ്രസിഡന്റ് ഇവരുടെയൊക്കെ പ്രായം 35. വൈസ് പ്രസിഡന്റിന്റെ ശമ്പളം 4 ലക്ഷം രൂപ. അടുത്ത ആള് ചോദിച്ചു, പറഞ്ഞോളൂ. അടുത്ത ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? 3.5 ലക്ഷം രൂപയാണ് ഗവർണറുടെ ശമ്പളം. മോനിഷ പൂർവ 3.5 ലക്ഷം രൂപ. കറക്റ്റ് ആണ്. ഒന്നുകൂടെ പറയാം. മനോജ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ ഇവർക്കൊക്കെ ഉള്ള മിനിമം പ്രായം 35 വയസ്സാണ്. മിനിമം പ്രായം 35 വയസ്സാണ്. ശമ്പളം, പ്രസിഡന്റിന്റെ ശമ്പളം 5 ലക്ഷം രൂപ. വൈസ് പ്രസിഡന്റിന്റെ ശമ്പളം 4 ലക്ഷം രൂപ. ഗവർണറുടെ ശമ്പളം 3.5 ലക്ഷം രൂപ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ശരി, അടുത്തതിലോട്ട് പോവാം. അടുത്തത് പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ലോക്സഭാ മെമ്പർ, MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, മെമ്പർ ഓഫ് പാർലമെന്റ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. അദ്ദേഹത്തിന്റെ ഏറ്റവും കുറഞ്ഞ പ്രായം ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. 25 വയസ്സാണ്. ഓക്കെ അല്ലേ? 25 വയസ്സാണ്. പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ആവാനും ചീഫ് മിനിസ്റ്റർ ആവാനും ലോക്സഭ മെമ്പർ ആവാനും MLA ആവാനും 25 വയസ്സാണ് ഏറ്റവും കുറഞ്ഞ പ്രായം. ഓക്കെ അല്ലേ? അതിന്റെ ശമ്പളം ഞാൻ പറയുന്നില്ല. ഓക്കെ. അടുത്തത് രാജ്യസഭാ മെമ്പർ, സ്റ്റേറ്റ് രാജ്യസഭാ മെമ്പറുടെ പ്രായം ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. രാജ്യസഭാ മെമ്പർ ആവാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. രാജ്യസഭാ മെമ്പർ ആവാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ ആവുക എന്നുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം, ഒരു വാർഡ് മെമ്പർ, പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ ആവുക അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് വേണ്ട മിനിമം പ്രായം 21 വയസ്സാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ വേണ്ട മിനിമം പ്രായം 21 വയസ്സാണ്. ഓക്കെ ആണോ? ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് എത്രയാണ്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പർ ആവാനുള്ള പ്രായം 30 വയസ്സ് തന്നെയാണ്. 30 തന്നെയാണ്. ഓക്കെ അല്ലേ? സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം 2,80,000 രൂപ. സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം 2,80,000 രൂപ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം 2,50,000 രൂപ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം 2,50,000 രൂപ. സുപ്രീം കോടതി ജഡ്ജിന്റെ ശമ്പളവും, അതായത് ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള മറ്റു ജഡ്ജിമാരുടെ ശമ്പളവും 2,50,000 രൂപ. ഹൈക്കോർട്ട് ജഡ്ജിമാരുടെ ശമ്പളം 2.25 ലക്ഷം രൂപ, 2,25,000 രൂപ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് എത്രയാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിന്റെ ശമ്പളം 2,80,000, 2,80,000.
സുപ്രീം കോർട്ടിലെ മറ്റ് ജഡ്ജിമാരുടെയും ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിന്റെയും ശമ്പളം 2.5 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷം രൂപയാണ്. ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള മറ്റ് ജഡ്ജിമാരുടെ ശമ്പളം 2,25,000 രൂപയാണ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പറയാം. ഏജ് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ആരുടെയെങ്കിലും വയസ്സ്, പ്രായം? അരുൺ കണ്ണ എന്തൊരു ചോദിച്ചു? അരുൺ സാറേ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒക്കെ ഏജ് അത് നമ്മൾ സുപ്രീം കോടതി ജഡ്ജിനെ കുറിച്ച് വിശദമായിട്ട് പറയും. അപ്പൊ ആ സമയത്ത് നമുക്കത് പറയാം. അടുത്ത ക്ലാസ്സുകളിലായിട്ട് അത് ആ പോർഷൻ കംപ്ലീറ്റ് ആവും. അപ്പൊ അവരെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ പറയാം. ഓക്കെ. ജസ്റ്റ് ഒന്ന് പ്രസിഡന്റിനോട് ഞാൻ പോകാൻ പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. ഓക്കെ അല്ലേ? ശരി. ഇനി ഞാൻ അടുത്ത പാർട്ടിലോട്ട് പോകണം. പാർട്ട് 5, ആർട്ടിക്കിൾ 52 മുതൽ 151 വരെ. പാർട്ട് 5 ആർട്ടിക്കിൾ 52 മുതൽ 151 വരെ. 52 മുതൽ 151 വരെ. ഓക്കെ. യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ക്യാബിനറ്റ് സമ്പ്രദായം, ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ പ്രസിഡന്റ് ആണെന്നൊക്കെ പറയുന്നു. പ്രസിഡന്റ് ആണെന്ന് പറയുന്നു. രാഷ്ട്രത്തിന്റെ തലവൻ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ് ആണ് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52 മുതൽ 151 വരെയുള്ള യൂണിയൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പാർട്ട് 5 പറയുന്നത്. പാർട്ട് 5 ആർട്ടിക്കിൾ 52 മുതൽ 151 വരെ യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നത്. യൂണിയൻ ഗവൺമെന്റിന്റെ സംവിധാനങ്ങളെ കുറിച്ച് പറയുന്നതാണ് പാർട്ട് 5. 52 മുതൽ 151 വരെ ആർട്ടിക്കിൾ. ഓക്കെ അല്ലേ? ഇനി പ്രസിഡന്റിന്റെ കാര്യങ്ങൾ പറയട്ടോ. ഞാൻ പ്രസിഡന്റിന്റെ കാര്യങ്ങൾ പറയട്ടോ. ഹലോ, റെസ്പോൺസ്. പ്രസിഡന്റ് എന്ന ഹെഡിങ് കൊടുക്കുക. പ്രസിഡന്റിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ 52 മുതൽ 62 വരെ. പ്രസിഡന്റിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ 52 മുതൽ 62 വരെ. ഓക്കെ അല്ലേ? ഇനി പ്രസിഡന്റിന് ആർട്ടിക്കിൾ 50 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആർട്ടിക്കിൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ആർട്ടിക്കിൾ 52 രാഷ്ട്രപതിയുടെ നിർവചനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ നിർവചനത്തെ കുറിച്ച് പറയുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവനാണ്, ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനാണ് എന്നിങ്ങനെ ആർട്ടിക്കിൾ 52 പറയുന്നു. രാഷ്ട്രപതിയുടെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവനാണ്, ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനാണ്, എല്ലാ കാര്യങ്ങളും ഇന്ത്യയുടെ എല്ലാത്തിന്റെയും പരമാധികാരം അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. ആർട്ടിക്കിൾ 52 പ്രകാരം. ഓക്കെ അല്ലേ? ആർട്ടിക്കിൾ 54 രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നു. പാർലമെന്റിലെയും സംസ്ഥാന സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ്, അതായത് പാർലമെന്റിലെയും, അതായത് MLA-മാരും MP-മാരും, എല്ലാ MLA-മാരും MP-മാരും നോമിനേറ്റ് ചെയ്യാത്ത അംഗങ്ങൾ. അത് തൊട്ടടുത്ത ആർട്ടിക്കിളിൽ പറയുന്ന തെരഞ്ഞെടുപ്പ് രീതിയെ കുറിച്ച് തൊട്ട് അടുത്ത ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 55 അതിൽ പറയുന്നത് എങ്ങനെയാണ്? എന്താണ് ഈ നോമിനേറ്റ് ചെയ്യാത്ത അംഗങ്ങൾ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? പാർലമെന്റിലെയും നിയമസഭകളിലെയും നോമിനേറ്റ് ചെയ്യപ്പെടാത്ത ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എല്ലാം കൂടെ വോട്ട് ചെയ്താണ് നമ്മുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇതിന് ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഓക്കെ ആണോ? ആർട്ടിക്കിൾ 54 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നു. പാർലമെന്റിലെ 52 രാഷ്ട്രപതിയുടെ നിർവചനം. രാഷ്ട്രപതി എന്താണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവനാണ്, ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഓക്കെ അല്ലേ? ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയാം അദ്ദേഹത്തിന്. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു. കമാൻഡർ ഇൻ ചീഫ് ഓഫ് ആംഡ് ഫോഴ്സ് എന്നൊക്കെ പറയാം. പിടികിട്ടിയാ? ഓക്കെ.
ആർട്ടിക്കിൾ 52 പറയുന്നത് ആർട്ടിക്കിൾ 52 നമ്മൾ പറഞ്ഞു. ആർട്ടിക്കിൾ 54 പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച്. ഓക്കെ അല്ലേ? പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇലക്ടറൽ കോളേജ് ആണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വോട്ട് ചെയ്യാൻ ആർക്കൊക്കെ അവകാശം ഉണ്ടെന്ന് ചോദിച്ചാൽ നോമിനേറ്റ് ചെയ്യാത്ത എല്ലാ അംഗങ്ങൾക്കും തിരഞ്ഞെടുക്കപ്പെടാനുള്ള അവകാശമുണ്ട്. ഓക്കെ അല്ലേ? അത് തിരഞ്ഞെടുക്കുന്ന ഇവരുടെ വോട്ട് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു MLA വോട്ട് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ഉദാഹരണത്തിന് ഒരു നിയമസഭയിൽ അംഗത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം ജനസംഖ്യയെ ഭാഗിക്കും. മൊത്തം എത്ര MLA-മാരുണ്ടോ ആ MLA-മാരുടെ എണ്ണം വെച്ച് ഭാഗിക്കും ഓരോ സംസ്ഥാനത്തും. അതാണ് ഒരു MLA വോട്ട്. ഓക്കെ അല്ലേ? അതായത് ഇപ്പൊ കേരളത്തിലെ ജനസംഖ്യയുടെ 140 MLA-മാരെ കൊണ്ട് ഭാഗിക്കുമ്പോഴത്തേക്ക് എത്ര വരുമോ അതാണ് ഇവിടുത്തെ ഒരു MLA വോട്ടിന്റെ മൂല്യം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഒരു MLA വോട്ടിന്റെ മൂല്യം. ഓക്കെ. ലോക്സഭയിലാണെങ്കിൽ ഒരു MP വോട്ടിന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനസംഖ്യയെ പാർലമെന്റിലെ മൊത്തം അംഗസംഖ്യ കൊണ്ട് ഭാഗിച്ച് എത്ര വരുമോ അതാണ് ഒരു MP മെമ്പർ ഓഫ് പാർലമെന്റിന്റെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ മൂല്യം. പിടികിട്ടിയ? കുഴപ്പിച്ച തന്നെ. അതായത് നമ്മളെ നമ്മളെ തെരഞ്ഞെടുക്കുന്നത് ആർട്ടിക്കിൾ 55 തെരഞ്ഞെടുപ്പ് രീതിയെ കുറിച്ച് പറയുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രീതിയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 55 പ്രകാരമാണ് പറയുന്നത്. ഇതിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് MLA-മാരെ വോട്ടിനെ കുറിച്ചൊക്കെ പറയുന്നത്, വോട്ടിന്റെ മൂല്യത്തെ കുറിച്ചൊക്കെ പറയുന്നത്. അതായത് ഇപ്പൊ ഒരു MLA വോട്ടിന്റെ മൂല്യമാണെങ്കിൽ ഒരു MLA വോട്ടിന്റെ മൂല്യം എങ്ങനെ കണക്കാക്കുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ നിയമസഭയിൽ ഇപ്പൊ എത്ര MLA-മാരുണ്ടോ ആ MLA-മാരുടെ എണ്ണം കൊണ്ട് കേരളത്തിലെ ജനസംഖ്യയെ ഹരിക്കും, മൊത്തം ജനസംഖ്യ ആയിരിക്കും. അപ്പോ ഒരു ആൻസർ കിട്ടും, ഒരു ഹരണഫലം കിട്ടും. ആ ഹരണഫലമാണ് ഒരു MLA വോട്ടിന്റെ മൂല്യം. അടുത്ത പാർലമെന്റിലോട്ട് പോവുകയാണെങ്കിൽ MP-മാരുടെ വോട്ടിന്റെ മൂല്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർലമെന്റില് മൊത്തം എത്ര MP-മാരുണ്ടോ അംഗങ്ങളുണ്ടോ അവരെ ആ എണ്ണം എടുത്ത് ഇന്ത്യയിലെ ജനസംഖ്യകളെ ഹരിക്കുമ്പോൾ ഒരു മൂല്യം കിട്ടും. ആ മൂല്യം എത്രയാണോ അതാണ് ഒരു MP വോട്ടിന്റെ മൂല്യം. പിടികിട്ടിയ? അപ്പൊ ആർട്ടിക്കിൾ 55 അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് രീതികളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? എനി ഡൗട്ട്? കുഴപ്പിച്ച? ഞാൻ ആരെങ്കിലും കുഴപ്പിച്ച? ഇല്ല. മുഹമ്മദ് റജീസ് ഓക്കെ ആണോ? മനു ഓക്കെ ആണോ? മുഹമ്മദ് ഓക്കെ ആണോ? ഒരു കറക്ഷൻ ഡൗട്ട് ആണ്. MP ഉണ്ടല്ലോ നമ്മുടെ MP വാല്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന മുഴുവൻ MLA-മാരുടെ എല്ലാ സംസ്ഥാനത്തെ MLA-മാരുടെ വാല്യൂ ഉണ്ടാവുമല്ലോ, അത് ആഡ് ചെയ്തിട്ട് അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ടഡ് മെമ്പേഴ്സ് ഇൻ പാർലമെന്റ് അല്ലേ? ഇല്ല, ഞാൻ വെച്ചേക്കുന്നത് ഇലക്ടറൽ കോളേജ് കൺസിസ്റ്റ് ഒരു സെക്കൻഡ് മെമ്പർ ഓഫ് ബോത്ത് ഹൗസ് പാർലമെന്റ്. ഓക്കെ, അത് എന്റെ ഒരു ഓർമ്മ കിടക്കുന്ന അങ്ങനെയാണ്. ഞാൻ നോക്കട്ടെ എന്തായാലും. ഓക്കെ അല്ലേ? എന്തായാലും ഇപ്പൊ ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പറയാമോ? ഓക്കെ അല്ലേ? ക്ലിയർ ചെയ്യാൻ. ഓക്കെ, ഏകദേശം ഈ ഒരു മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ആർട്ടിക്കിൾ 56 അദ്ദേഹത്തിന്റെ കാലാവധി 5 വർഷമാണെന്ന് പറയുന്നു. ഓക്കെ അല്ലേ? പ്രസിഡന്റിന്റെ കാലാവധി 5 വർഷമാണെന്നാണ് പറയുന്നത്. ഓഫീസിന്റെ കാലാവധി 5 വർഷമാണെന്ന് പറയുന്നു. ഓക്കെ. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാണ് ചാർജ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാണ് ചാർജ്. രാഷ്ട്രപതിയുടെ ചാർജ് കിട്ടുക. ആർട്ടിക്കിൾ 56 പ്രകാരം അദ്ദേഹത്തിന്റെ കാലാവധി 5 വർഷമാണെന്ന് പറയുന്നു. അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ ഉപരാഷ്ട്രപതിക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിക്കായിരിക്കും പ്രസിഡന്റിന്റെ ചുമതല. പ്രസിഡന്റും ഇല്ല, വൈസ് പ്രസിഡന്റും ഇല്ല എങ്കിൽ അടുത്ത ചാർജ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനായിരിക്കും പ്രസിഡന്റിന്റെ ചുമതല വരിക. പിടികിട്ടിയ? അത് ആർട്ടിക്കിൾ 56. അതായത് ഒരു രാഷ്ട്രപതിയുടെ മിനിമം കാലാവധി, ഒരു രാഷ്ട്രപതിയായിട്ട് അയാളുടെ പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമായിരിക്കും. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പീരീഡ് 5 വർഷമാണ്.
സ്പീഡ് കുറയ്ക്കാലോ? സെമീന ഫൈസൽ, രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. ഓക്കെ, രാഷ്ട്രപതിക്ക് രാജിക്കത്ത് കൊടുക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അടുത്തത് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ പ്രസിഡന്റിന്റെ ചുമതല ഉപരാഷ്ട്രപതിയാണ് വഹിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ആണ് ആ ചുമതല വഹിക്കുന്നത്. ഈവൻ രാഷ്ട്രപതിയും ഇല്ല, വൈസ് പ്രസിഡന്റും ഇല്ല എങ്കിൽ അടുത്ത ചാർജ് പോവുക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനായിരിക്കും. ഓക്കെ ആണോ? പിടി കിട്ടിയ? അടുത്ത ആർട്ടിക്കിൾ പറഞ്ഞോട്ടെ? ഓക്കെ ആണോ? ഓക്കെ, എവരിവൺ എല്ലാവരും ഇവിടെ ഉണ്ട്? ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ശരി, ആർട്ടിക്കിൾ 56 കഴിഞ്ഞ് ഞാൻ അടുത്ത ആർട്ടിക്കിൾ പറയുന്ന 58 ആണ് പറയുന്നത്. അതായത് രാഷ്ട്രപതിയുടെ യോഗ്യത, ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രപതിയുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച്. യോഗ്യത 35 വയസ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു. യോഗ്യത 35 വയസ്സ്. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന യോഗ്യത ഉണ്ടായിരിക്കണം. 1. 2, അദ്ദേഹം ഒരു ഭരണഘടനാ പദവിയോ വഹിക്കുന്ന ആളാവരുത്. പാർലമെന്റിലും ലോക്സഭയിലോ നിയമസഭയിലോ ഒന്നും അംഗമോ ആവരുത്. അദ്ദേഹം മറ്റു പദവികളൊന്നും സർക്കാരിന്റെ കീഴിൽ വഹിക്കുന്ന ആളാവാൻ പാടില്ല പ്രസിഡന്റായി ചുമതലയേക്കുന്ന സമയത്ത്. ഓക്കെ അല്ലേ? അത് ആർട്ടിക്കിൾ 58. ആർട്ടിക്കിൾ 58 പ്രകാരമാണ്. 57 വേണ്ട, നമുക്ക് 58 മതി. ഞാൻ 52, 52 പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ആർട്ടിക്കിൾ ഒന്നുകൂടെ പറയാം. 54 പറഞ്ഞു, 55 പറഞ്ഞു, 56 പറഞ്ഞു, പിന്നെ ഞാൻ 58 പറഞ്ഞത്. 58 പറയുന്നത് എത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞത്. 55 ഒന്നും കൂടെ ഒന്ന് പറയാമോ? തെരഞ്ഞെടുപ്പ് രീതി അങ്ങനെ കൊടുത്താൽ മതി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രീതി എന്ന് മാത്രം കൊടുത്താൽ മതി. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രീതിയെ കുറിച്ചാണ് പറയുന്നത്. 55 ആർട്ടിക്കിൾ 55 തെരഞ്ഞെടുപ്പ് രീതിയെ കുറിച്ച് പറയും. ഓക്കെ അല്ലേ? 54 രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇലക്ടറൽ കോളേജ് ആണ് നടത്തുന്നത് എന്ന് പറയുന്നു. നേതൃത്വം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 55 ഒന്നും പറയുമോ? തെരഞ്ഞെടുപ്പ് രീതിയാണ് പറയുന്നത്. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതി മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പ് രീതി, ആ ഒരു മെത്തേഡ്, അതായത് ഒരു വോട്ട് ചെയ്യുന്ന മെത്തേഡൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. നിയമസഭയിലെ ആൾക്കാർ വോട്ട് ചെയ്യുന്നതും നിയമസഭയിലെയും ലോക്സഭയിലെയും ആൾക്കാർ ചേർന്നാണ് വോട്ട് ചെയ്യുന്നത്. ആ വോട്ടിന്റെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. ഈ വോട്ടിന്റെ പാറ്റേൺ, മൂല്യമാണ് കണക്കാക്കുന്നത്. ആ മൂല്യത്തിന്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. അതിലാണ് മുഹമ്മദ് റജീസ് ചെറിയ ഡൗട്ട് പറഞ്ഞത്. അപ്പൊ അത് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പറയാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ 54 രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്. ഓക്കെ, തെരഞ്ഞെടുപ്പ് പാർലമെന്റിലെ സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് അംഗങ്ങളാണെന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ഉൾക്കൊള്ളുന്ന ഒരു ഇലക്ട്രൽ കോളേജ്, നേതൃത്വം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ അല്ലേ? ഇതിന് വോട്ടിന്റെ മൂല്യവും ആ തെരഞ്ഞെടുക്കുന്ന ഒരു മെത്തേഡിനെ കുറിച്ചൊക്കെയാണ് അടുത്ത ആർട്ടിക്കിൾ 55 കൂടെ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അതിനെയും തെരഞ്ഞെടുപ്പ് രീതിയിൽ നിന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ? അത് കൺഫ്യൂഷൻ അടിക്കണ്ട, തെരഞ്ഞെടുപ്പ് രീതിയിൽ തന്നെ കൊടുത്താൽ മതി. ഓക്കെ. സോറി, വൈസ് പ്രസിഡന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 58 ആണോ അഭാവത്തില്? അത് പറഞ്ഞത് 56 ആണ് പറഞ്ഞത്. ഓഫീസിന്റെ കാലാവധി 5 വർഷം എന്ന് പറഞ്ഞു. രാജിക്കത്ത് കൊടുക്കേണ്ട ഉപരാഷ്ട്രപതിക്കാണെന്ന് പറഞ്ഞു. പ്രസിഡന്റ് ഇല്ലെങ്കിൽ ഉപരാഷ്ട്രപതിക്കായിരിക്കും പ്രസിഡന്റിന്റെ ചാർജ്. ഉപരാഷ്ട്രപതിയും പ്രസിഡന്റും ഇല്ലെങ്കിൽ ചാർജ് നേരെ പോകുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനായിരിക്കും എന്നാണ് പറഞ്ഞത്. സാർ 58 ഒന്ന് പറഞ്ഞോ സാർ? ഇല്ലല്ലോ, പറയാം. യോഗ്യത 35 വയസ്സെന്നുള്ള അതിൽ കൊടുത്തിട്ടുണ്ട്. യോഗ്യതകളെ കുറിച്ചാണ് പറയുന്നത്. അത് പ്രസിഡന്റ് യോഗ്യതകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 58. ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ അല്ലേ? ക്വാളിഫിക്കേഷൻ എങ്ങനെ കൊടുക്കാം? പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻ, പ്രസിഡന്റ് ആവാനുള്ള ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 58 പറഞ്ഞത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ എന്താ പറയാ, കുഴപ്പത്തിലാവണ്ട. സംഭവം ഇത്രയേ ഉള്ളൂ. ഭരണഘടനാ പദവികളൊന്നും വഹിച്ചിരിക്കാൻ പാടില്ല പ്രസിഡന്റ് ആവുന്ന സമയത്ത്. പാർലമെന്റിലോ ലോക്സഭയിലോ രാജ്യസഭയിലോ മെമ്പർ ആവാൻ പാടില്ല. പിന്നെ ഇന്ത്യൻ പാർലമെന്റ് മെമ്പർ ആവാനുള്ള യോഗ്യതയെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? ഇന്ത്യൻ പൗരനായിരിക്കണം. അത് അതിനകത്തുണ്ട്. പറഞ്ഞോളൂ. വേറെ ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ പൗരനായിരിക്കണം. ഓക്കെ അല്ലേ?
ലോക്സഭയിലോ രാജ്യസഭയിലോ മെമ്പർ ആവാൻ പാടില്ല. എന്നാൽ ലോക്സഭയിൽ മെമ്പർ ആവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കണം. പിന്നെ പാർലമെന്റിൽ മെമ്പർ ആവാനുള്ള എല്ലാ യോഗ്യത ഉണ്ടായിരിക്കണം. ഒരു ഭരണഘടനാ പദവി അദ്ദേഹം വഹിച്ചുകൊണ്ടിരിക്കരുത് പ്രസിഡന്റ് ആവുന്ന സമയത്ത്. പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് വരെ ആവാം. അതിനുശേഷം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് എല്ലാം റിസൈൻ ചെയ്യണം എന്നാണ് ചട്ടം. പിടികിട്ടിയ? നമ്മൾ പറയുമ്പോൾ അക്കാഡമിക് നമ്മൾ തിയറിക്കലായിട്ട് പറയുമ്പോൾ പ്രസിഡന്റ് യോഗ്യതകളെ കുറിച്ചാണ്, ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 58 പറയുന്നത്. 54 രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, അത്രേ ഉള്ളൂ. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നു. ഓക്കെ അല്ലേ? അടുത്തത് 55 തെരഞ്ഞെടുപ്പ് രീതിയെ കുറിച്ച് പറയും. 54, 55 അത് മിക്സഡ് ആണ്, അത് പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ തോന്നും. ഓക്കെ ആണോ? തെരഞ്ഞെടുപ്പ് രീതിയെ കുറിച്ച് മെൻഷൻ ചെയ്യും ആർട്ടിക്കിൾ 55, 56 തെരഞ്ഞെടുപ്പ് രീതികൾ തന്നെ. ഓക്കെ ആണോ? ആർട്ടിക്കിൾ 58 ഞാൻ പറഞ്ഞ യോഗ്യത 35 വയസ്സ് എന്നുള്ളതൊക്കെ പറഞ്ഞത്. അടുത്ത ആർട്ടിക്കിൾ 60 സത്യപ്രതിജ്ഞയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓത്തിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 60 പറയുന്നത്. ഓത്ത്, സത്യപ്രതിജ്ഞ. സത്യവാചകം ചൊല്ലിക്കിടക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ആർട്ടിക്കിൾ 60 സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ്. പ്രസിഡന്റ് സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 60. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ ആണോ? ഹലോ, ഓക്കെ, ചോദിച്ചോളൂ. സാർ ഷെഡ്യൂൾസ് പട്ടികകളുണ്ടല്ലോ, പട്ടികകൾ, അതില് അഫർമേഷൻ അതിന്റെ 1 മൂന്നാമത് പറയുന്നുണ്ടല്ലോ, അതും ഇതിനകത്ത് വരില്ലേ? എല്ലാ ഇതും അതിനകത്ത് വരും. എല്ലാ സത്യപ്രതിജ്ഞകളെ കുറിച്ചൊക്കെ പട്ടിക 3 പറയുന്നുണ്ട്. നമ്മൾ പ്രസിഡന്റ് എടുക്കുമ്പോൾ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന പർട്ടിക്കുലർ ആർട്ടിക്കിളാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല വിശദമായിട്ട് പല കാര്യങ്ങളും പറയും. പാർലമെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിശദമായിട്ട് പറയും. കേട്ടോ? ഓക്കെ. ഇപ്പൊ അടുത്തത് ആർട്ടിക്കിൾ 61 കുറിച്ച്. ആർട്ടിക്കിൾ 61 ആർട്ടിക്കിൾ 59 ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് 59 വേണ്ട. 58 കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ 60 ആണ്. പ്രധാനപ്പെട്ട ആർട്ടിക്കിളേ ഉള്ളൂ. എല്ലാ ആർട്ടിക്കിളും വേണ്ട. നമുക്ക് എല്ലാ ആർട്ടിക്കിളും നമുക്ക് പോർഷൻ തീരില്ല. പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നു. പ്രസിഡന്റ് ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 61. ഓക്കെ അല്ലേ? ഭരണഘടനാ ലംഘനമാണ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള ഒരു കാരണം, ഒരേ ഒരു കാരണം. ഓക്കെ അല്ലേ? പാർലമെന്റ് ആണ് ഇംപീച്ച്മെന്റ് ചെയ്യുന്നത് പ്രസിഡന്റിന്. 14 ദിവസം മുമ്പേ അദ്ദേഹത്തിന് മുൻകൂർ നോട്ടീസ് കൊടുക്കണം ഇംപീച്ച്മെന്റ് ചെയ്യുന്നതിന് മുമ്പ്. സഭയുടെ 4/1 അംഗങ്ങളുടെ പിന്തുണയും വേണം. ഇനി ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാക്കണമെങ്കിൽ അതായത് സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ 3/2 ഭൂരിപക്ഷം വേണം. ഓക്കെ അല്ലേ? അതായത് പ്രസിഡന്റിന്റെ പറയാം ഇംപീച്ച്മെന്റിന് ആർട്ടിക്കിൾ 61 ആണ്. ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ 61 പ്രസിഡന്റ് ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നത്. ഭരണഘടനാ ലംഘനമാണ് ഇതിന്റെ ഏക കാരണം. ഓക്കെ അല്ലേ? പാർലമെന്റിന് മാത്രമേ ഇംപീച്ച് ചെയ്യാനുള്ള അവകാശമുള്ളൂ. പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെടണം എന്നുണ്ടെങ്കിൽ 4/1 അംഗങ്ങളുടെ സപ്പോർട്ട് വേണം. ഇംപീച്ച് ചെയ്യണം എന്ന് പറഞ്ഞ് നോട്ടീസൊക്കെ കൊടുത്ത് അവിടെ പാസ്സാക്കണമെങ്കിൽ 4/1 അംഗങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ അല്ലേ? ഇനി അത് പാസ്സാവണമെങ്കിൽ 3/2 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടുള്ള വോട്ട് വേണം. നോട്ടീസ് കൊടുക്കണമെങ്കിൽ പോലും 4/1 അംഗങ്ങളുടെ സപ്പോർട്ട് വേണം. പാർലമെന്റിലെ 4/1 അംഗങ്ങളുടെ സപ്പോർട്ട് വേണം. അത് പാസ്സാവണമെങ്കിൽ പാർലമെന്റിലെ മൊത്തം അംഗസംഖ്യയുടെ 3/2 ഭൂരിപക്ഷം വേണം. ഓക്കെ ആണോ? 4/1 അംഗങ്ങളുടെ അംഗങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നോട്ടീസ് കൊടുക്കാൻ പറ്റൂ. അത് പാസ്സാക്കണമെങ്കിൽ തന്നെ മൊത്തം അംഗസംഖ്യയുടെ 3/2 ഭൂരിപക്ഷം വേണം. ദിവസം പറഞ്ഞത് 14 ദിവസമാണോ? 14 ദിവസം. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ്, 2 ആഴ്ചത്തെ മുൻകൂർ നോട്ടീസ് കൊടുക്കണം.
ഇതുവരെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രപതിയും ഇംപീച്ച്മെന്റ് ചെയ്തിട്ടില്ല. ഓക്കെ ആണോ? സാറേ 50 പാർലമെന്റ് അംഗങ്ങൾ ഒപ്പിട്ടുള്ളത് അത് ഇംപീച്ച്മെന്റിന് വേണ്ടിയിട്ടാണോ? അല്ല, അത് നമുക്ക് 4/1 അംഗങ്ങൾ, 50 പാർലമെന്റ് അംഗങ്ങൾ പോരാ, 4/1 അംഗങ്ങളുടെ വേണം. സഭയുടെ 4/1 അംഗങ്ങളുടെ പിന്തുണ വേണം. 50 പോരാ. പാസ്സാക്കണമെങ്കിൽ 4/1 അംഗങ്ങളുടെ ഇത് വേണം. ഇപ്പൊ ഏത് സമയത്തായാലും ശരി തന്നെ പാസ്സാക്കണമായിട്ട് ഞാൻ പറയാം. ഏത് സമയത്ത് നമ്മൾ പ്രസിഡന്റിനെതിരെ നമ്മൾ ഒരു ഇംപീച്ച്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് പാർലമെന്റിൽ എത്ര പേരുണ്ടോ, അതായത് മൊത്തം പാർലമെന്റിന്റെ അംഗസംഖ്യയുടെ 4/1 അംഗങ്ങളുടെ സപ്പോർട്ട് വേണം. ഇനി അത് പാസ്സാക്കി എടുക്കണമെങ്കിൽ പാർലമെന്റിലെ 3/2 അംഗങ്ങളുടെ സപ്പോർട്ട് ഭൂരിപക്ഷം വേണം. ഓക്കെ അല്ലേ? ഈ 50 എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ മാറി മറിഞ്ഞൊക്കെ നിൽക്കും. ഓക്കെ ആണോ? സാറേ അവിശ്വാസത്തിനായിരിക്കില്ലേ 50? അവിശ്വാസത്തിനായിരിക്കും 50. നമുക്കത് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. 50 ശരിക്കും മറ്റേ ഇത് കൊടുക്കാൻ വേണ്ടിട്ട് അപേക്ഷ കൊടുക്കാൻ രാഷ്ട്രപതി ആവാൻ വേണ്ടിട്ടല്ലേ? 50 ശരിക്കും പറഞ്ഞാൽ 4/1 അംഗങ്ങൾ, പാർലമെന്റിന്റെ 4/1 അംഗങ്ങളാണ് സപ്പോർട്ട് വേണം. പാർലമെന്റിലെ 4/1 അംഗങ്ങൾ സപ്പോർട്ട് വേണം. അത് ഏറെയും കുറഞ്ഞിരിക്കും. അംഗങ്ങളുടെ കൂടെ 545 ഉണ്ട്, ചിലപ്പോൾ അത് 555 വരെയൊക്കെ ആവും അംഗങ്ങൾ പാർലമെന്റിൽ മൊത്തം സീറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ അതനുസരിച്ചാണ് അത് വരുന്നത്. ഓക്കെ ആണോ? ഫെബിൻ, മനു, മുഹമ്മദ്. ഓക്കെ. അടുത്തത്, രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ 6 മാസത്തിനകം പുതിയത് എന്താ പറയാ പുതിയ ഒരാൾ വരണം. അത് ഇതിനുള്ള സബ് പോയിന്റ് ആയിട്ട് പറയുന്നത്. 6 മാസത്തിനകത്ത് പുതിയ ഒരാൾ വന്നു. ഇതിനകത്ത് ആർട്ടിക്കിൾ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രപതി ഒഴിവ് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിനകത്ത് നികത്തണം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കം പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ 6 മാസത്തിനുള്ളിൽ പുതിയത് വരണം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് തർക്കം പരിഹരിക്കുന്നത് സുപ്രീം കോർട്ടാണ്. രാഷ്ട്രപതി ഭവൻ ഔദ്യോഗിക വസതി, രാഷ്ട്രപതി ഭവൻ അഥവാ ഔദ്യോഗിക വസതി ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി അഥവാ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. മുൻപ് അറിയപ്പെട്ടിരുന്ന പേര് വൈസ് റീഗൽ പാലസ് എന്നാണ്. വൈസ്രോയി റീഗൽ പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. വൈസ് റീഗൽ പാലസ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് അറിയപ്പെട്ടിരുന്നത്. ഫസ്റ്റ് അവിടെ താമസിച്ചത് ലോർഡ് ഇർവിൻ എന്ന് പറയുന്ന വൈസ്രോയി ആണ്. ആദ്യമായിട്ട് അവിടെ താമസിച്ച ഇന്ത്യക്കാരൻ ഗവർണർ ജനറലായിരുന്ന ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറലായ ശ്രീ രാജഗോപാൽ ആചാര്യാണ്. പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ വസതി അറിയപ്പെടുന്ന പേര് ഔദ്യോഗിക ഭവൻ, രാഷ്ട്രപതി ഭവൻ എന്നാണ്. അത് ഡൽഹിയിലായിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് വൈസ് റീഗൽ പാലസ് എന്ന് അറിയപ്പെട്ടു. ആദ്യം അവിടെ താമസിച്ച വൈസ്രോയി ലോർഡ് ഇർവിൻ ആണ്. ഫസ്റ്റ് ഇന്ത്യൻകാരനായിട്ടുള്ള ആ വ്യക്തി അവിടെ താമസിച്ചത് ശ്രീ രാജഗോപാൽ ആചാര്യായിരുന്നു. അദ്ദേഹം ഗവർണർ ജനറൽ എന്ന പോസ്റ്റിലാണ് അവിടെ താമസിച്ചത്. മുഗൾ ഗാർഡൻ അവിടെ സ്ഥിതി ചെയ്യുന്നു. ഹെർബൽ ഗാർഡൻ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് രാഷ്ട്രപതി ഭവനില്. പാർലമെന്റില് PSC മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മാതൃക മാലിന്യ സംസ്കരണ പ്രദേശമാക്കാനുള്ള പദ്ധതി റോഷ്നി എന്നറിയപ്പെടും. പാർലമെന്റില് മാലിന്യ സംസ്കരണ പ്രദേശമാക്കുന്നതിനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇതിനറിയപ്പെടുന്ന പേര് റോഷ്നി എന്നാണ്. സാർ വായിച്ചു പോകുന്ന സ്പീഡിൽ എഴുതാൻ പറ്റുന്നില്ല. ആദ്യം മുതൽ ഒന്നുകൂടെ പറയാലോ? പറയാം. അടുത്ത വേറെ ആരും എന്തോ പറയാം? സോദി പറഞ്ഞോ? സ്പീഡ് കുറയ്ക്കാം. പ്രശോദ് വി പി സ്പീഡ് കൂടുതലാ സാർ. ഇല്ല, കുറയ്ക്കാം. എല്ലാവരുടെയും പരാതിയാണ്. ശരി, പതുക്കെ പറയാം. രാഷ്ട്രപതിയുടെ ഒഫീഷ്യൽ വസതി, ഔദ്യോഗിക വസതിയുടെ പേര് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രപതി ഭവനാണ്. ഓക്കെ അല്ലേ? സാർ അതിന്റെ തൊട്ട് മുന്നത്തെ പോയിന്റും കൂടെ ഒന്ന് പറയോ? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കം പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്ന തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ചുമതല സുപ്രീം കോർട്ടിനാണ്. ഓക്കെ. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഒഫീഷ്യൽ വസതിയുടെ പേര് രാഷ്ട്രപതി ഭവൻ എന്നാണ്. വൈസ്രോയ്, അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഈ രാഷ്ട്രപതി ഭവൻ അറിയപ്പെട്ട പേര് വൈസ് റീഗൽ പാലസ് എന്നാണ് അറിയപ്പെട്ടത്. അവിടെ ഫസ്റ്റ് താമസിച്ച ആളുടെ പേര് ലോർഡ് ഇർവിൻ എന്നാണ്.
ഫസ്റ്റ് അവിടെ താമസിച്ച ആളുടെ പേര് ലോർഡ് ഇർവിൻ എന്നാണ്. ഫസ്റ്റ് ഇന്ത്യക്കാരനായ ആളുടെ പേര് സി രാജഗോപാലാചാരി എന്നാണ്. ഫസ്റ്റ് ഇന്ത്യക്കാരന്റെ പേര്, അവിടെ താമസിച്ച ഫസ്റ്റ് ഇന്ത്യക്കാരന്റെ പേര് സി രാജഗോപാലാചാരി എന്നാണ്. ഗവർണർ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു സി രാജഗോപാലാചാരി. മുഗൾ ഗാർഡൻ, ഹെർബൽ ഗാർഡൻ ഒക്കെ രാഷ്ട്രപതി ഭവനിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. മുഗൾ ഗാർഡൻ, ഹെർബൽ ഗാർഡൻ ഒക്കെ. മാതൃക മാലിന്യ സംസ്കരണ പ്രദേശമാക്കുന്നതിനുള്ള ഒരു പദ്ധതി ഉണ്ട് രാഷ്ട്രപതി ഭവൻ. അതിന്റെ പേര് റോഷ്നി എന്നാണ്. ലാസ്റ്റ് പറഞ്ഞ പോലെ ഒന്നും കൂടി പറയാമോ? മാതൃക മാലിന്യ ആക്കുന്നതിനുള്ള പദ്ധതി രാഷ്ട്രപതി ഭവൻ. മാതൃക മാലിന്യ സംസ്കരണ പ്രദേശമാക്കുന്നതിനുള്ള പദ്ധതി റോഷ്നി. രാഷ്ട്രപതി മാലിന്യ സംസ്കരണത്തിനുള്ള പദ്ധതി, മാലിന്യ സംസ്കരണ പ്രദേശമാക്കുന്നതിനുള്ള പദ്ധതി. ഓക്കെ അല്ലേ? രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് സിംലയിലാണ്. ഓക്കെ അല്ലേ? പറയാം. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് സിംലയിലാണ്. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്ന ഹൈദരാബാദിലാണ്. രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് സിംലയിലാണ്. അത് രാഷ്ട്രപതി ഭവന്റെ മാലിന്യ സംസ്കരണ പദ്ധതി. രാഷ്ട്രപതി ഭവനിലെ മാലിന്യ സംസ്കരണ പദ്ധതി ഒരു തവണ ചോദിച്ചാണ്. രാഷ്ട്രപതി ഭവൻ മാലിന്യ സംസ്കരണ പ്രദേശമാക്കുന്നതിനുള്ള പദ്ധതി അറിയപ്പെട്ട പേര് റോഷ്നി എന്നാണ്. ഓക്കെ. ആർട്ടിക്കിൾ 72 മാപ്പ്, പൊതുമാപ്പ് നൽകുന്നതിനുള്ള വകുപ്പ്. രാഷ്ട്രപതി നിലയവും പിന്നെ ഒന്നും കൂടെ പറഞ്ഞില്ല, അതൊന്നുകൂടെ പറയാം. രാഷ്ട്രപതി നിവാസ് ഷിംലയിൽ, സിംല. ഓക്കെ അല്ലേ? സിംലയിലാണ്. ഓക്കെ ആണോ? ശരി. ആർട്ടിക്കിൾ 72 പാർഡനിങ് പവർ, അതായത് പൊതുമാപ്പ് നൽകുന്നതിനുള്ള വകുപ്പ്. പ്രസിഡന്റ് പൊതുമാപ്പ് നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 72 പ്രകാരം പാർഡനിങ് പവർ. ആർട്ടിക്കിൾ 72. 72 ആണോ 62 ആണോ? ആർട്ടിക്കിൾ 72 72. ആർട്ടിക്കിൾ 111 വീറ്റോ പവർ. ഒരു പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ 62 കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? 52 തൊട്ട് 62 വരെ. അത് തന്നെ, അത് തന്നെ. അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പാർഡനിങ് പവർ 1-2 ചെറിയ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒന്ന് മെമ്മറിയിൽ നിന്ന് എടുത്താണ്. അതും കൂടെ എടുത്ത് കയറ്റി എന്നുള്ളത്. ഓക്കെ അല്ലേ? മെമ്മറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മെമ്മറിയിൽ നിന്ന് വരും. അപ്പൊ അത് അങ്ങനെ അങ്ങ് ഇതാണ്, നോട്ടിൽ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചേക്കുള്ളൂ. ഓക്കെ അല്ലേ? ആർട്ടിക്കിൾ 72 പാർഡനിങ് പവർ, പൊതുമാപ്പ്. ഓക്കെ അല്ലേ? സാർ ഒന്നും കൂടി പറയാമോ? എന്ത് പവർ? പൊതുമാപ്പ് നൽകുന്നത് പാർഡനിങ് പവർ. ആർട്ടിക്കിൾ 72. ആർട്ടിക്കിൾ 72. ഓക്കെ അല്ലേ? അടുത്ത 111 ആർട്ടിക്കിൾ 111 വീറ്റോ പവർ. ഗ്രീഷ്മ പി രാജീവ് പറഞ്ഞോ. പൊതുമാപ്പ് നൽകുന്നത് ആർട്ടിക്കിൾ 72, വീറ്റോ പവർ ആർട്ടിക്കിൾ 111. പ്രസിഡന്റ് വീറ്റോ പവർ ആർട്ടിക്കിൾ 111, ആർട്ടിക്കിൾ 72 പൊതുമാപ്പ്. ആർട്ടിക്കിൾ 123 1, 2, 3 ഓർഡിനൻസ് മേക്കിംഗ് പവർ. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം. 72 കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ സാർ? പറയാം, ഒന്നുകൂടെ പറയാം. ആർട്ടിക്കിൾ 72 പാർഡനിങ് പവർ.
ആർട്ടിക്കിൾ 111 വീറ്റോ പവർ. ആർട്ടിക്കിൾ 121 ഓർഡിനൻസ് മേക്കിംഗ് പവർ. പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആർട്ടിക്കിൾ 52 പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 54 പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 56 അദ്ദേഹത്തിന്റെ പീരീഡ് ടേം. 58 ക്വാളിഫിക്കേഷൻ. 60 ഓത്ത്. 61 ഇംപീച്ച്മെന്റ്. 72 പൊതുമാപ്പ്. 111 വീറ്റോ പവർ. 123 ഓർഡിനൻസ് മേക്കിംഗ് പവർ. സർ 108 ഓക്കെ, ഒന്നുകൂടെ പറയാം. ആർട്ടിക്കിൾ 52 പ്രസിഡന്റ്. 54 പ്രസിഡന്റ് ഇലക്ഷൻ. 56 പീരീഡ്. 55 തെരഞ്ഞെടുപ്പ് രീതി. തെരഞ്ഞെടുപ്പ് രീതിയിൽ 54 55 തെരഞ്ഞെടുപ്പ് രീതിയായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ്. 58 ക്വാളിഫിക്കേഷൻ. 56 പീരീഡ് ടൈം. 60 പ്രതിജ്ഞ. 61 ഇംപീച്ച്മെന്റ്. 72 പാർഡണിംഗ് പവർ. 111 വീറ്റോ പവർ. 121 ഓർഡിനൻസ് മേക്കിംഗ് പവർ. ഞാൻ വിശദീകരിച്ച സാധനങ്ങൾ ഒന്നും വേണമെന്നില്ല. ഇത്രയും 123 123 123 111 വീറ്റോ പവർ. 111 വീറ്റോ പവർ. 123 ഓർഡിനൻസ് മേക്കിംഗ് പവർ. ഓക്കെ അല്ലേ? ഇതിനകത്ത് സാർ 108 സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും പ്രസിഡന്റ് അല്ലേ? അതെ അതെ, സംയുക്ത പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർന്നത് അതെ 108 ആണ്. ഓക്കെ, അത് നമുക്ക് ഇപ്പൊ വേണ്ട. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതായത് പാർലമെന്റ് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിശദമായിട്ട് അതിനെ കുറിച്ചൊക്കെ പറയും. ഇപ്പൊ ജസ്റ്റ് ഇത്രയും മതി. ഓക്കെ അല്ലെ? പ്രസിഡന്റിന്റെ കാര്യത്തിൽ തൽക്കാലം ഇപ്പൊ ഇത്രയും മതി. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ച ആർട്ടിക്കിളാണ് ഞാൻ പറയാൻ പോണ 55 ഒഴിച്ചുള്ള ആർട്ടിക്കിൾ. ഓക്കെ അല്ലെ? ആർട്ടിക്കിൾ 55 ഒഴിച്ച് ബാക്കി എല്ലാ 55 56 ആർട്ടിക്കിൾ ഒഴിച്ച് ബാക്കി എല്ലാ ആർട്ടിക്കിളും PSC ചോദിച്ചതാണ്. ഓക്കെ അല്ലെ? 56 വളരെ കുറച്ച് ചോദിച്ചിട്ടുള്ളൂ. 52 54 58 60 61 72 111 121 ഈ ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലെ? ആർട്ടിക്കിൾ 72 പാർഡണിംഗ് പൊതുമാപ്പാണ് പറയുന്നത്. 52 പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നു. 54 പ്രസിഡന്റ് ഇലക്ഷൻ. 56 പീരീഡ്. 55 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്നെ ആർട്ടിക്കിൾ തന്നെയാണ്. 58 കോഡിഫിക്കേഷൻ. 60 പ്രതിജ്ഞ. 61 ഇംപീച്ച്മെന്റ്. 72 പാർഡണിംഗ് പവർ. 111 വീറ്റോ പവർ. 123 ഓർഡിനൻസ് മേക്കിംഗ് പവർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, ശരി. അടുത്ത ഞാൻ ഓർഡിനൻസിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അല്ലെ? പ്രസിഡന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പവറുകളിൽ ഒന്നാണ് ഈ ഓർഡിനൻസ് പവർ. ഓക്കെ അല്ലേ? ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണെന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പവറാണ്. ഓർഡിനൻസ് പ്രസിഡന്റ് പുറപ്പെടുവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ആഴ്ചക്കുള്ളിൽ, ഓക്കെ അല്ലേ? 6 ആഴ്ചക്കുള്ളിൽ, ഏറ്റവും കുറഞ്ഞ സമയം 6 ആഴ്ചക്കുള്ളിൽ പാർലമെന്റ് പാസ്സാക്കണം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പാസ്സാക്കണം. അല്ലെങ്കിൽ 6 മാസം കൊണ്ട് അത് മാക്സിമം 6 മാസം കൊണ്ട് ചർച്ച ചെയ്ത് പാസ്സാക്കണം. ഏറ്റവും കുറഞ്ഞ പീരീഡ് 6 ആഴ്ചയാണ്. ഏറ്റവും മാക്സിമം സമയം 6 മാസമാണ്. പ്രസിഡന്റ് ഒരു ഓർഡിനൻസ് ഇറക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് 6 മാസത്തിനുള്ളിൽ അത് ചർച്ച ചെയ്ത് അത് നിയമമാക്കിക്കോളാം. ഓക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് ഇറക്കിയ പ്രസിഡന്റ് ആയിരുന്നു വെച്ചാൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറത്തിറക്കിയ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഒരു ഓർഡിനൻസിന്റെ മാക്സിമം കാലാവധി 6 മാസം. അത് അതിന് മുന്നിൽ പാർലമെന്റ് പാസ്സാക്കിക്കൊള്ളണം. അത് ചർച്ച ചെയ്ത് പാസ്സാക്കി ചർച്ച ചെയ്ത് കൊള്ളണം. ഏറ്റവും മാക്സിമം, ഏറ്റവും കുറഞ്ഞ ദിവസം 6 ആഴ്ചയാണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറത്തിറക്കിയത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. 6 ആഴ്ച എന്താന്നാ പറഞ്ഞത് സർ? മിനിമം സമയം, ഈ ഓർഡിനൻസിന്റെ മിനിമം സമയം 6 ആഴ്ച. പാർലമെന്റ് ഓർഡിനൻസ് മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ പാർലമെന്റ് വിത്തിൻ 6 വീക്സ്. Ordinance must be approved by Parliament within 6 weeks. Maximum period 6 months. ഓക്കെ അല്ലേ? ശരി, അടുത്തത് ഞാൻ ഓർഡിനൻസ് വേണ്ടി വീറ്റോ പവറിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ ആണോടെ? എല്ലാവരും ഉണ്ടോ? എല്ലാവരും? അഖില ദേവി, ജിഷ ഹരീഷ്, അശ്വതി ആർ, ആതിര AK, ആതിര നായർ, കാതറിൻ മറിയ വി,
ചിന്നു, സാറ ജേക്കബ്, നമ്മുടെ മുഹമ്മദ് റജീസ്, ക്ലീഷ ക്ലീറ്റസ്, പ്രിൻസി മുരുകൻ, ബ്രദേഴ്സ് ലോഗ്, മനോജ്, എലിസബത്ത് കുര്യൻ, അനക്കമില്ല, ഇവിടെ ഉണ്ടാ? ലീന കെ, ഇവിടെ ഉണ്ടാ? എലിസബത്ത് കുര്യൻ, ഉണ്ട് സർ. എലിസബത്ത് കുര്യൻ ഉണ്ട് സർ, ഉണ്ട്. ഉണ്ട്. ഓക്കെ. മനു ഇവിടെ ഉണ്ടാ? ഓക്കെ. മുഹമ്മദ് റജീസ്. ഓക്കെ, ശരി. ഇവിടെ ഉണ്ട്. ഓക്കെ. അടുത്തത് വീറ്റോ പവറിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. വീറ്റോ പവറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ആർട്ടിക്കിൾ 111 പ്രകാരമാണ് വീറ്റോ പവർ. 4 ടൈപ്പിലുള്ള വീറ്റോ പവർ ഉണ്ട്. അബ്സല്യൂട്ട് വീറ്റോ പവർ, ക്വാളിഫൈഡ്, സസ്പെൻസീവ്, പോക്കറ്റ് വീറ്റോ. ഓക്കെ അല്ലെ? 4 ടൈപ്പ് വീറ്റോ പവർ ഉണ്ട്. അബ്സല്യൂട്ട്, മൂന്നാമത്തെ സസ്പെൻസീവ്. അബ്സല്യൂട്ട് വീറ്റോ, ക്വാളിഫൈഡ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ. ലാസ്റ്റത്തെ എന്താ പറഞ്ഞത്? പോക്കറ്റ് വീറ്റോ. മനസ്സിലായില്ല സർ, സ്പെല്ലിംഗ് പറയോ? പോക്കറ്റ്, POCKET, പോക്കറ്റ് വീറ്റോ. സർ രണ്ടാമത്തെ ക്വാളിഫൈഡ് വീറ്റോ ആണോ? അതെ, ക്വാളിഫൈഡ് വീറ്റോ. ആദ്യത്തത് അബ്സല്യൂട്ട് വീറ്റോ, മൂന്നാമത്തെ സസ്പെൻസീവ് വീറ്റോ. ഓക്കെ അല്ലേ? ഇനി ഞാൻ സസ്പെൻസീവ് വീറ്റോ, ഒന്നുകൂടി പറയാമോ? കിട്ടിയില്ലേ സർ? അബ്സല്യൂട്ട് വീറ്റോ, ക്വാളിഫൈഡ് വീറ്റോ. ഞാൻ പറയാം. അബ്സല്യൂട്ട് വീറ്റോ, ക്വാളിഫൈഡ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ. ഓക്കെ ആണോ? ആതിര ബോയ്സ് ഇവിടെ ഉണ്ടാ എല്ലാവരും? ഓക്കെ. ഈ സസ്പെൻസീവ് ക്ലീഷ ക്ലീറ്റസ് എന്താണ്? ക്ലീഷ ക്ലീറ്റസ് പറ. ഇല്ല. ഓക്കെ. സസ്പെൻസീവ് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു പ്രാവശ്യം മടക്കി അയച്ചാലും 2ാം പ്രാവശ്യം ഒപ്പിട്ടേ പറ്റൂ. ഒരു ഓർഡിനൻസോ ഒരു പാർലമെന്റ് ഒരു ബില്ലോ പാസ്സാക്കി അദ്ദേഹത്തിന് അയച്ചാൽ ഫസ്റ്റ് ടൈം ഒരു ബില്ല് അദ്ദേഹം തിരിച്ചയക്കുവാണ്. 2ാമത് അത് വീണ്ടും പാർലമെന്റ് പാസ്സാക്കി അയച്ചാൽ പ്രസിഡന്റ് ഒപ്പിട്ടേ പറ്റൂ. ഇതിനെ സസ്പെൻസീവ് വീറ്റോ എന്ന് പറയും. ഓക്കെ അല്ലേ? സസ്പെൻസീവ് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ? പാർലമെന്റ് ഒരു ബില്ല് പാസ്സാക്കി നേരെ പ്രസിഡന്റ് അയക്കുന്നു, പ്രസിഡന്റ് അത് ഒപ്പിടാതെ തിരിച്ചയക്കുന്നു. ഓക്കെ അല്ലേ? വീണ്ടും പാർലമെന്റ് അത് വീണ്ടും പാസ്സാക്കി പ്രസിഡന്റ് അയക്കുന്നു, പ്രസിഡന്റ് ആ സമയത്ത് ഒപ്പിട്ടേ പറ്റൂ. ഓക്കെ, ഇതിനെ സസ്പെൻസീവ് വീറ്റോ എന്നറിയപ്പെടുന്നു. അടുത്തത് പോക്കറ്റ് വീറ്റോ. പെൻഡിങ് ഫോർ അംഗീകരിക്കുകയുമില്ല, റിജക്ട് ചെയ്യുകയുമില്ല, തിരിച്ചയക്കുകയില്ല. അതായത് ഒരു ബില്ല് അദ്ദേഹത്തിന് അടുത്തോട്ട് അയക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അത് അംഗീകരിക്കൂല. അദ്ദേഹം എന്ത് ചെയ്യില്ല, അത് റിജക്റ്റും ചെയ്യൂല, പാർലമെന്റിൽ തിരിച്ചയക്കത്തില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ അത് സൂക്ഷിച്ചു വയ്ക്കും. അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുന്നവരെയൊക്കെ അദ്ദേഹം അത് സൂക്ഷിച്ചു വയ്ക്കും. ഇതിനെയാണ് പോക്കറ്റ് വീറ്റോ എന്നറിയപ്പെടുന്നത്. ഒരു ബില്ല് നമ്മൾ പാസ്സാക്കി പാർലമെന്റിൽ നിന്ന് പാസ്സാക്കി പ്രസിഡന്റ് അടുത്തോട്ട് വിടുന്നു ഒപ്പിടാനായിട്ട്. പ്രസിഡന്റ് ആ ബില്ല് ഒപ്പിടുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പ്രശ്നമാണ്, ഇത് പാസ്സാക്കിയ പ്രശ്നമാണ്, ഞാനിപ്പോ തിരിച്ചയച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും എനിക്ക് പാസ്സാക്കി അയച്ചു തരും, അപ്പൊ എനിക്ക് ഒപ്പിട്ടേ പറ്റൂ. അതിന് താല്പര്യമില്ലാത്തപ്പം പ്രസിഡന്റ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഹോൾഡ് ചെയ്ത് വെക്കും. ഇതിനെ നമ്മൾ പോക്കറ്റ് വീറ്റോ എന്ന് പറയും. അതായത് അംഗീകരിക്കുകയുമില്ല, റിജക്ട് ചെയ്യുകയുമില്ല, തിരിച്ചയക്കുകയുമില്ല എന്നാണ് അതിന്റെ ഒരു തിയറിക്കൽ പേര്. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ, ശരി. ഇത് രണ്ടും മതി നമുക്ക് അറിയേണ്ടത്. ഓക്കെ അല്ലേ? മറ്റേത് പ്രസിഡന്റ് ക്യാൻ വിത്ത് ഹെൽഡ് എന്നൊക്കെയാണ് പറയുന്നത് അബ്സല്യൂട്ട് വീറ്റോ ആയിട്ട്. ഓക്കെ അല്ലേ? പ്രസിഡന്റ് ക്യാൻ വിത്ത് ഹെൽഡ് എന്നാണ് പറയാ. ഓക്കെ അല്ലേ? അത് നമുക്ക് വേണ്ട. ഇത് രണ്ടുമാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം. സസ്പെൻസീവ് വീറ്റോയും അബ്സല്യൂട്ട് വീറ്റോയും, പോക്കറ്റ് വീറ്റോയും.
സസ്പെൻസീവ് വീറ്റോയും പോക്കറ്റ് വീറ്റോയെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ അല്ലേ? അടുത്തത് പറഞ്ഞോളൂ. ഈ പോക്കറ്റ് വീറ്റ് ഉപയോഗിച്ച് രാഷ്ട്രപതി സാധാരണ ഒരുപാട് രാഷ്ട്രീയങ്ങൾ പോക്കറ്റ് വീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ജ്ഞാനി സെയിൽ സിംഗ് ഉണ്ട്, ഇദ്ദേഹം പോക്കറ്റ് വീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ APJ അബ്ദുൽ കലാം പോക്കറ്റ് വീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. മിക്കുള്ള പ്രസിഡന്റുമാരും പോക്കറ്റ്. ഒരുപാട് പേര് ഇതിനൊക്കെ പല ബില്ലുകൾ ഇതിനൊക്കെ പ്രസിഡന്റിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ചിലതും നമുക്ക് പറ്റാത്തതൊക്കെ പ്രസിഡന്റ് ഒരു പക്ഷെ പിന്നീട് തന്റെ പേരിൽ വിവാദം വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് മാറ്റിവെക്കും. വിവാദം വരുന്ന വല്ല ബില്ലുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അദ്ദേഹം അത് പഠിക്കുമ്പോഴത്തേക്ക് അത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പിടില്ല, അദ്ദേഹം പിടിച്ചു. ഒരുപാട് പ്രസിഡന്റുമാരെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ജ്ഞാനി സെയിൽ സിംഗ് വെച്ചിട്ടുണ്ട്, കലാം വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ പോസ്റ്റൽ ബില്ല് വെച്ചിട്ട് രാജീവ് ഗാന്ധി അല്ല പോസ്റ്റൽ ബില്ല് വെച്ചിട്ട് പോസ്റ്റൽ ബില്ല് അതൊക്കെ ഉണ്ട്. പോസ്റ്റൽ ബില്ല് അദ്ദേഹം കൊടുത്തു വിട്ടില്ല. മറ്റേ ഇദ്ദേഹമാണെന്നാണ് തോന്നുന്നത്, ജ്ഞാനി സെയിൽ സിംഗ് ആണെന്നാണ് എന്റെ ഓർമ്മ. കേട്ടില്ല. പോസ്റ്റൽ ബില്ല് ജ്ഞാനി സെയിൽ സിംഗ് അല്ലേ പോക്കറ്റ് വീറ്റ് ഉപയോഗിച്ച? ജ്ഞാനി സെയിൽ സിംഗ് രാജീവ് ഗാന്ധിയുടെ സമയത്ത്, ഇന്ദിരാഗാന്ധിയുടെ സമയത്തും ഇവര് അദ്ദേഹം പ്രസിഡന്റായിട്ട് ഉണ്ടായിരുന്നു. ജ്ഞാനി സെയിൽ സിംഗ് അദ്ദേഹം ആക്സിഡന്റിൽ മരിച്ചു. പറഞ്ഞോളൂ. പോക്കറ്റ് വീറ്റോ എത്ര കാലാവധി 1 മാസമായിരുന്നോ? അതിന്റെ മറുപടി കൊടുക്കുന്നത്? പോക്കറ്റ് വീറ്റോ പുള്ളിക്ക് മറുപടി കൊടുക്കണ്ട. പോക്കറ്റ് വീറ്റോ പുള്ളി പിടിച്ച് ഹോൾഡ് ചെയ്ത് വെച്ചാൽ പുള്ളിയുടെ കാലാവധി കഴിയുന്നവരെ പുള്ളിക്ക് അത് വച്ചേക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിവാദം പിന്നീട് പുള്ളിക്കാരന്റെ പേരിൽ വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പേരിൽ വരാണ്ടിരിക്കാനുള്ള ഒരു ഇതാണ്. പല കണക്കിന് പല കോൺട്രഡിക്ഷൻ പല ആംഗിളിൽ നമ്മൾ ഇതിനെ പറയുന്നുണ്ട് ആൾക്കാർ. പക്ഷെ ശരിക്കും അദ്ദേഹം വയ്ക്കാറുണ്ട്. കലാം വെച്ചിരുന്നു, നമ്മുടെ ജ്ഞാനി സെയിൽ സിംഗ് വെച്ചിരുന്നു, വേറെ പലരും വെച്ചിട്ടുണ്ട്. മിക്കുള്ള രാഷ്ട്രപതിമാരും തല്ലി പോകുന്നതല്ല. ചിലപ്പോ ഒരു പക്ഷേ അടുത്ത പ്രസിഡന്റ് ഒരു വരുമ്പോഴത്തേക്ക് ഇവർക്ക് വീണ്ടും പാസ്സാക്കി അദ്ദേഹത്തിന് വിട്ടുകൊടുത്താൽ അദ്ദേഹം ഒപ്പിട്ട് വിടും. അങ്ങനെ വരാം. അതാണല്ലോ നമ്മള് ചില വിവാദങ്ങളൊക്കെ വരുന്നത്. ശരി, ഇനി ഞാൻ ഓരോ രാഷ്ട്രപതിമാരുടെയും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പറയാൻ പോവാം. ചില പ്രധാനപ്പെട്ട നമ്മുടെ രാഷ്ട്രപതിമാരുടെ പോയിന്റുകൾ പറയാൻ പോവാം. സസ്പെൻസീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 2 എണ്ണം നമുക്ക് പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഇപ്പൊ നമ്മൾ ഒരു ബില്ല് പാസ്സാക്കി അയക്കുന്നു പാർലമെന്റ്. അപ്പൊ പാർലമെന്റ് പാസ്സാക്കി കഴിയുമ്പോൾ ഇത് ശരിയല്ല, നിങ്ങൾ ഇതിനെ കുറിച്ച് ഒന്നുകൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കൂ, അല്ലെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് പാർലമെന്റിന് തന്നെ അവകാശം കൊടുത്ത് പാർലമെന്റിലോട്ട് തന്നെ തിരിച്ചു വിടും. അപ്പൊ പാർലമെന്റ് ഇത് ഒന്നുകൂടെ ചർച്ച ചെയ്തിട്ട് ആ ബില്ലിൽ മാറ്റമൊന്നും വരുത്താതെ എന്ത് ചെയ്യും, ഇങ്ങോട്ടായിരിക്കും. പ്രസിഡന്റ് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ വയ്ക്കാം. അത് ചിലപ്പോൾ അംഗീകരിക്കും, ചിലപ്പോൾ അംഗീകരിക്കില്ല. അവരെന്ത് ചെയ്യും, അയക്കുമ്പോഴത്തേക്ക് അത് വീണ്ടും പ്രസിഡന്റ് വരുമ്പോൾ പ്രസിഡന്റ് ഒപ്പിട്ടേ പറ്റും. പോസ്റ്റ് ഓഫീസ് ബിൽ എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസിന്റെ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. പോസ്റ്റ് ഓഫീസിന്റെ പുതിയ കുറച്ച് പരിഷ്കരണമായി കൊണ്ടുവന്നു, അത് അംഗീകരിച്ചിരുന്നു. ഫസ്റ്റ് പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചത് ജ്ഞാനി സെയിൽ സിംഗ് ആണ്. പക്ഷേ നമുക്ക് 100% പറയാൻ പറ്റില്ല. PSC ചോദിച്ചാൽ ജ്ഞാനി സെയിൽ സിംഗ് ആണ്. ഓക്കെ അല്ലേ? ശരി, അടുത്ത ഞാൻ ഓരോ പ്രസിഡന്റുമാരെ കുറിച്ച് പറഞ്ഞോട്ടാം. പ്രധാന പോയിന്റുകൾ ഇത്രയും ഓക്കെ ആണോ? പ്രസിഡന്റ് കാര്യം ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, ശരി. അടുത്തത് ഇനി ആദ്യത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1952 മുതൽ 62 വരെ അദ്ദേഹം 2 ടേമിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. ബീഹാർ ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നു. ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട് 1962. ഇന്ത്യ ഡിവൈഡഡ്, ചമ്പാരൻ സത്യാഗ്രഹ, ഇവ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പഠിപ്പിച്ച ഇൻട്രൊഡക്ഷനിൽ ഭരണഘടന പഠിപ്പിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും പിന്നെ ഫിനാൻസ് കമ്മിറ്റിയുടെയും വേറെ ഒരു കമ്മിറ്റി കൂടെ പറഞ്ഞു. 3 കമ്മിറ്റികളുടെ റൂൾ ഓഫ് പ്രൊസീജിയർ ഈ 3 കമ്മിറ്റികളുടെയും അദ്ദേഹം ചുമതല അദ്ദേഹത്തിനായിരുന്നു എന്നുള്ളത് പറഞ്ഞായിരുന്നു. പിന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഓക്കെ ആണോ? 52 മുതൽ 62 വരെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 2 ടേം ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്.
ഓക്കെ അല്ലെ. 1962 ഭാരതരത്ന ലഭിച്ചു. ബീഹാർ ഗാന്ധി എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യ ഡിവൈഡഡ് ചമ്പാരൻ സത്യാഗ്രഹം, ഇത് പുസ്തകമാണ്. ഇന്ത്യ ഡിവൈഡഡ് ചമ്പാരൻ സത്യാഗ്രഹം, ഇത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ്, 2 പുസ്തകങ്ങൾ. പിന്നെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 3 കമ്മിറ്റികളുടെ ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫിനാൻസ്, റൂൾ ഓഫ് പ്രൊസീജിയർ, പിന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി. ഈ 3 കമ്മിറ്റിയുടെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. അത് കൂടാണ്ട് അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായിരുന്നു. സാർ കമ്മിറ്റികളൊന്നുകൂടെ പറയൂ. റൂൾ ഓഫ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ്. ഓക്കെ ആണോ? സാർ ബുക്സിന്റെ പേരൊന്നും കൂടെ പറയോ? ഇന്ത്യ ഡിവൈഡഡ് ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യ ഡിവൈഡഡ് ഭാരതരത്ന ലഭിച്ച വർഷം കേട്ടില്ല. ഭാരതരത്ന ലഭിച്ച 1962 എന്തോ പറയാം. ഇദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1952 മുതൽ 62 വരെ അദ്ദേഹം രാഷ്ട്രപതിയായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു. ഭാരതരത്ന ലഭിച്ച വർഷം 1962 ഇന്ത്യ ഡിവൈഡഡ്, ചമ്പാരൻ സത്യാഗ്രഹ എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളാണ്. ഇത് കൂടാണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ 3 കമ്മിറ്റികളുടെ അധ്യക്ഷനായിരുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾ ഓഫ് പ്രൊസീജിയർ, ഫിനാൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു. ഓക്കെ അല്ലേ? ശരി, ശ്രദ്ധിക്കുക. ഇത്രയൊന്നും അല്ല കാര്യങ്ങൾ, ഞാൻ ചുരുക്കി എല്ലാ രാഷ്ട്രപതിമാരെയും ചുരുക്കി പറഞ്ഞു തീർക്കുവാണ്. ഓക്കെ അല്ലേ? ശരി, അടുത്തതിലോട്ട് ഞാൻ പോവുകയാണെ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എല്ലാവരും ഉണ്ടാടേ, എങ്ങും പൊക്കളയല്ലേ, എൻ്റെ കൂടെ ഉണ്ടാവണേ. ഓക്കെ അല്ലേ? ശരി, അടുത്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, രണ്ടാമത്തെ രാഷ്ട്രപതിയായ രണ്ടാമത്തെ വ്യക്തി. 3ാമത്തെ ടേമിനാണ് അദ്ദേഹം രാഷ്ട്രപതിയായിട്ടിരുന്നത്. എത്രാമത്തെ രാഷ്ട്രപതി എന്ന് ചോദിച്ചാൽ 3ാമത്തത്, രാഷ്ട്രപതിയായ എത്രാമത്തെ വ്യക്തി എന്ന് ചോദിച്ചാൽ 2ാമത്തെ വ്യക്തി. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1962 മുതൽ 67 വരെ നമ്മുടെ രാഷ്ട്രപതിയായി ജോലി നോക്കി. രാജ്യസഭയുടെ പിതാവെന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. തത്വജ്ഞാനികളുടെ രാജാവെന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഫിലോസഫർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഫിലോസഫർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടാറുണ്ട്. 1962 ഇന്ത്യ ചൈന വാർ സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. 1965 ഇൻഡോ പാക് യുദ്ധം നടന്ന സമയത്തും ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. ആദ്യത്തെ അടിയന്തരാവസ്ഥ 1962 പ്രഖ്യാപിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. സെപ്റ്റംബർ 5 ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ അധ്യാപക ദിനം അറിയപ്പെടുന്നത്. സർ പദവി നൽകി യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇത്രയും പോയിട്ട് ഒന്നുകൂടെ പറയാം, എന്നിട്ട് ബുക്ക് പറയാം. 62 മുതൽ 67 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. പ്രസിഡന്റായ രണ്ടാമത്തെ വ്യക്തി, മൂന്നാമത്തെ ഇന്ത്യയുടെ പ്രസിഡന്റായ രണ്ടാമത്തെ വ്യക്തിയാണ്. രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. തത്വജ്ഞാനികളിൽ രാജാവ് എന്നറിയപ്പെടുന്നു. ഫിലോസഫർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കാണാറുണ്ട്. 62 ഇന്ത്യ ചൈന, 65 ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ സമയത്തെ പ്രസിഡന്റ് ആയിരുന്നു. 62 ഫസ്റ്റ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദേശീയ അധ്യാപക ദിനം ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയ സെപ്റ്റംബർ 5 സാർ പദവി നൽകി ഇദ്ദേഹത്തെ ബഹുമാനിച്ചു. സർ, ഫിലോസഫേഴ്സ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കഴിഞ്ഞിട്ടൊന്ന് പതുക്കെ പറയൂ സർ. 2 യുദ്ധങ്ങളെ, അതായത് പാകിസ്ഥാനുമായിട്ട് 1962 ഒരു യുദ്ധം ഉണ്ടായി. പാകിസ്ഥാനുമായിട്ടല്ല, ഇന്ത്യ ചൈനയുമായിട്ട് 62 ഒരു യുദ്ധം ഉണ്ടായി. 65 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി. ഈ 2 യുദ്ധം നടക്കുമ്പോഴും ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, ചൈനീസ് യുദ്ധം നടന്ന സമയത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു 1962. ഫസ്റ്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു 1962. എന്താണെന്നൂടെ പറഞ്ഞോളൂ, സോദി പറഞ്ഞോ, കേട്ടില്ല. 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് പ്രസിഡന്റ് ആയിരുന്നു. 65 ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയത്തും ഇദ്ദേഹമായിരുന്നു നമ്മുടെ പ്രസിഡന്റ്. ഇദ്ദേഹമാണ് 1962 ഇന്ത്യയിലെ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ ആണോ?
ഓക്കെ ആണോ? എല്ലാവരും ഇവിടെ ഉണ്ടോ? മക്കളല്ലേ? ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ ശരി. സാർ UK-യുമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞു. സാർ പദവി നൽകി, സാർ പദവി നൽകി, ബഹുമാനിച്ചു അദ്ദേഹത്തെ. 1954 ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു. 1954 ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു. ഓക്കെ ആണോ? സാർ സാർ പദവിയുടെ കാര്യം ഒന്നും കൂടി ഒന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് കിട്ടിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് സാർ പദവി നൽകി അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും പരമോന്നതമായ ഒരു ബഹുമതിയാണ് ഈ സാർ ബഹുമതി. അത് നൽകി അദ്ദേഹത്തെ ബഹുമാനിച്ചു. 1954 ഭാരതരത്ന കിട്ടിയത് 1954 54 3 പേർക്ക് ഭാരതരത്ന കിട്ടി. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, CV രാമൻ, പിന്നെ നമ്മുടെ C രാജഗോപാലാചാരി, 3 പേരുടെ ഒരുമിച്ചാണ് കൊടുത്തത്. ആദ്യം വാങ്ങിച്ച ആള് ആരെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. C രാജഗോപാലാചാര്യാണ് ആദ്യം വാങ്ങിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ അല്ലേ? അതുകൊണ്ട് ആദ്യത്തെ ഭാരതരത്ന അവാർഡ് കിട്ടിയ C രാജഗോപാലാചാര്യാണ് എന്നാണ് പറയുന്നതെന്നാണ് എന്റെ ഓർമ്മ കിടക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ശരി. ഇതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ ഞാൻ പറഞ്ഞോട്ടാ. സാർ ആഭ്യന്തര അടിയന്തരാവസ്ഥ അല്ലല്ലോ, ദേശീയ അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ 1962 പ്രഖ്യാപിച്ചു. അടുത്ത ഇനി ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് പറഞ്ഞത്. ബ്രദേഴ്സ് ലോഗ് പറ. പറഞ്ഞോളൂ. സാർ ഒരു കാര്യം പറയാതെ, ഇപ്പൊ UP അസിസ്റ്റന്റിന്റെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ഉപരാഷ്ട്രപതിയായ ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം തിരുത്താണി എന്നാണ്. ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം തിരുത്താണി. ഇപ്പം കഴിഞ്ഞ UP അസിസ്റ്റന്റിന്റെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യം സാർ. ഓക്കെ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം നമ്മുടെ സ്കൂൾ ടീച്ചർ എക്സാമിന് ചോദിച്ചു. തിരുത്തണി അല്ലെ? തിരുത്തണി അല്ലേ? പ്രദേശ് ലോഗ് തിരുത്തണി അല്ലേ? തമിഴ്നാട്ടിലെ തിരുത്തണി. തമിഴ്നാട്ടിലെ തിരുത്തണിയിലാണ് തമിഴ്നാട്ടിലെ തിരുത്തണി എന്ന് പറയുന്ന സ്ഥലത്താണ്. PSC ഇപ്പൊ ചോദിച്ചു, ക്വസ്റ്റ്യൻ റീസെന്റ് ചോദിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്. അങ്ങനെയുള്ളത് പറയണം. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. പുതിയ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട സാധനങ്ങൾ ഉണ്ടെങ്കിലും പറയണം. ഇനി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്. ഓക്കെ അല്ലേ? ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഓക്കെ അല്ലേ? അടുത്തത് ഓക്കെ, ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അടുത്ത രണ്ടാമത്തെ പുസ്തകമാണ്. ഓക്കെ അല്ലേ? ആൻ ഐഡിയോളജിക്കൽ വ്യൂ ഓഫ് ലൈഫ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഓക്കെ അല്ലേ? ഈ 3 പുസ്തകങ്ങളാണ് PSC ചോദിച്ചത്. എന്റെ ഓർമ്മ കിടക്കുന്ന പുസ്തകങ്ങൾ. വേറെ എന്തെങ്കിലും ഇതുണ്ടോ? ഇനി ഒരു കാര്യം കൂടെ, ഒരു പോയിന്റ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും പറയാൻ പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ആദ്യത്തെ ഉപരാഷ്ട്രപതി, അത് കണക്ട് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. എനിവൺ ആർക്കെങ്കിലും പറയാവോ? 2 ടേമിൽ ഇരുന്ന ഉപരാഷ്ട്രപതി ഏറ്റവും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഞാൻ പറയട്ടെ, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി. ഓക്കെ അല്ലേ? ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഉപരാഷ്ട്രപതി, ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായ രണ്ടാമത്തെ വ്യക്തി. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായ, കൂടുതൽ കാലം പദവി വഹിച്ച രണ്ടാമത്തെ വ്യക്തി. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? പറഞ്ഞു. ഭാരതരത്ന കിട്ടിയ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണോ? 1954 ഭാരതരത്ന കിട്ടിയ ആദ്യ ഉപരാഷ്ട്രപതി അല്ല. അദ്ദേഹം അന്ന് ഉപരാഷ്ട്രപതി ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപരാഷ്ട്രപതി, ആ സമയത്തെ ഉപരാഷ്ട്രപതി ആയിരുന്നു. ആദ്യത്തെ വ്യക്തി 1954. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ശരി.
ഇനി അടുത്തത് സക്കീർ ഹുസൈനിലോട്ട് പോവാണ്. 1967-69 വരെയാണ് സക്കീർ ഹുസൈൻ നമ്മുടെ രാഷ്ട്രപതിയായിട്ട് ജോലി നോക്കിയത്. 67 മുതൽ 69 വരെ. ജാമിയ മിലിയ ബുക്ക് ഒന്നുകൂടി പറയാമോ? പുസ്തകം ഒന്നുകൂടെ പറയണം. സക്കീർ ഹുസൈനിലോട്ട് പോകുന്ന പുസ്തകം ഒരാൾ ചോദിച്ചു, ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുവാണ്. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി ആൻഡ് ഐഡിയോളജിക്കൽ വ്യൂ ഓഫ് ലൈഫ്. Hindu view of life, Indian philosophy and ideological view of life, and ideological view of life. Okay, sir. Thank you. ഇനി ഡോക്ടർ സക്കീർ ഹുസൈൻ 1967 മുതൽ മനു പറ. സാർ ഈ ലോങ്സ്റ്റ് സെർവിങ് ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി ഹമീദ് അൻസാരിയാണ്. നമ്മളത് പറയും, ഉപരാഷ്ട്രപതിമാരിൽ നമ്മളത് പറയും. ഞാൻ ജസ്റ്റ് രാഷ്ട്രപതിയോട് ഇതൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ലോങ്സ്റ്റ് ടൈം ഹമീദ് അൻസാരിയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ട് ദിവസം ജോലി നോക്കിയ ആളായിരുന്നു ചോദിച്ചാൽ ഹമീദ് അൻസാരിയാണ്. ആദ്യം രാധാകൃഷ്ണൻ ആയിരുന്നു, അദ്ദേഹം ഇപ്പൊ 2ാം സ്ഥാനത്തോട്ട് മാറി. ഓക്കെ അല്ലേ? ഡോക്ടർ സക്കീർ ഹുസൈൻ 1967 മുതൽ 69 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. ജാമിയ മിലിയ ദേശീയ ഉറുദു സർവകലാശാലയുടെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. അധികാരത്തിലിരിക്കെ അന്തരിച്ച ഫസ്റ്റ് പ്രസിഡന്റ്. ഈ 2 ക്വസ്റ്റ്യനാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത്. ജാമിയ മിലിയ ദേശീയ ഉറുദു സർവകലാശാല സ്ഥാപകനായിരുന്നു, അധികാരത്തിലിരിക്കെ അന്തരിച്ച ഫസ്റ്റ് പ്രസിഡന്റാണ്. ഇത്രയും മതി പോയിന്റ്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ്. ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ്. സർ ഒന്നോടെ പറയോ ഈ പോയിന്റ്സ്? ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് സക്കീർ ഹുസൈൻ. അത് പിന്നെ ഞാൻ പേര് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്ന് ഉദ്ദേശിച്ചത് പറയാഞ്ഞതാണ്. ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ്, ജാമിയ മിലിയ ദേശീയ ഉറുദു സർവകലാശാലയുടെ സ്ഥാപകനാണ്, അധികാരത്തിലിരിക്കെ അന്തരിച്ച ഫസ്റ്റ് പ്രസിഡന്റ്. ഓക്കെ, അടുത്തത് എം ഹിദായത്തുള്ള. 1900 സർ ജാമിയ മിലിയ ദേശീയ ഉറുദു സർവകലാശാല സ്ഥാപകൻ, ഫൗണ്ടർ. ജാമിയ മിലിയ ദേശീയ ഉറുദു സർവകലാശാലയുടെ ഫൗണ്ടർ ആയിരുന്നു അദ്ദേഹം. അധികാരത്തിലിരിക്കെ അന്തരിച്ച ഫസ്റ്റ് പ്രസിഡന്റ്. ഓക്കെ അല്ലേ? എം ഹിദായത്തുള്ള 1969. ഓക്കെ അല്ലേ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആളായിരുന്നു. പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് പദവിയൊക്കെ ഇടയ്ക്ക് വഹിച്ചിരുന്നു. അത് ജസ്റ്റ് ഞാൻ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. 1969 സക്കീർ ഹുസൈന്റെ മരണശേഷം. സക്കീർ പറഞ്ഞു. ഹലോ സാർ, പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന ഉറുദു ഭാഷയിലേക്ക് തർജിമ ചെയ്തത് സക്കീർ ഹുസൈൻ. ഡോക്ടർ സക്കീർ ഹുസൈൻ. ഓക്കെ, അത് പറയാം. അതാണ് പ്ലേറ്റോയുടെ ഏത് പുസ്തകമാണ്? പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന പുസ്തകം ഉറുദുവിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. കറക്റ്റ് അല്ലേ? ഡോക്ടർ സക്കീർ ഹുസൈൻ പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന പുസ്തകം ഉറുദുവിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഓക്കെ ആണോടെ? അതുകൂടെ ഒന്ന് എഴുതിയേക്കണേ. ശരി. എം ഹിദായത്തുള്ള ഈ സക്കീർ ഹുസൈൻ മരിച്ച സമയത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് കുറച്ച് നാൾ ഇരുന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് പദവി അദ്ദേഹം വഹിച്ചിട്ടുണ്ട്, ചീഫ് ജസ്റ്റിസ് ആയിട്ട് അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്നും നോട്ട് ആക്കണ്ട, അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? അടുത്ത ഇന്ത്യയുടെ 4ാമത്തെ പ്രസിഡന്റിനെ കുറിച്ച് പറയുവാണേ. പറഞ്ഞോട്ടെ, ഞാൻ ജ്യോതിലക്ഷ്മിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും എന്റെ കൂടെ ഉണ്ടാ? എല്ലാവരും ഡോക്ടർ സക്കീർ ഹുസൈൻ 67-69 വരെ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ്. പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ കൃതി ഹിദായത്തുള്ള നോട്ട് വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. മറ്റേ സക്കീർ ഹുസൈന്റെ മരണശേഷം 1969 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് പദവി വഹിച്ചു, വൈസ് പ്രസിഡന്റ് പദവിയും വഹിച്ചിട്ടുണ്ട്, ആക്ടിംഗ് പ്രസിഡന്റ് പദവിയൊക്കെ വഹിച്ചിട്ടുണ്ട് ആ സമയത്ത്. ഓക്കെ അല്ലേ? ജസ്റ്റ് മനസ്സിൽ വെച്ചതാ, നോട്ട് വേണം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, മുഹമ്മദ് റജീസ് ഇവിടെ ഉണ്ടോ? അനക്കമില്ല, കുറച്ചു പേരുണ്ട്. അടുത്തത് വി ഗിരി. മുഹമ്മദ് റജീസ്. അടുത്തത് വി ഗിരി. 1969 1974 വരെയാണ് വി ഗിരി ഉണ്ടായിരുന്നത്. 1969 മുതൽ 1974 വരെ വി ഗിരി. 1969 മുതൽ 74 വരെ വി ഗിരി.
ഇത് ഞാൻ സക്കീർ ഹുസൈനായിട്ട് എം ഹിദായത്തുള്ള പറയാനുള്ള കാരണം ദാ ഇവിടെ വരും. ആദ്യത്തെ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ VV ഗിരിയാണ്. ഓക്കെ, ഇന്ത്യയുടെ ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ VV ഗിരിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1969 മുതൽ 74 വരെയാണ്. അതിനുശേഷം അദ്ദേഹം കേരള ഗവർണറായ ശേഷമാണ് അദ്ദേഹം പ്രസിഡന്റ് ആവുന്നത്. കേരള ഗവർണറായ ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. 1971 രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1931 വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആണ്. കേരള ഗവർണറായ ശേഷം പ്രസിഡന്റ് ആയ ഏക വ്യക്തിയാണ്. 1971 സെക്കൻഡ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1931 വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് വേണ്ടി അവരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ്, കേരള ഗവർണറായ ശേഷം പ്രസിഡന്റ് ആയ ഏക വ്യക്തി, 1971 സെക്കൻഡ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ്, 1930 വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. ഓക്കെയാണോ? ഓക്കെയാണേ? ഓക്കെ. 1931 പ്ലീസ്, ആരോ എന്തോ പറഞ്ഞു. 1931 വട്ടമേശ സമ്മേളനം, രണ്ടാം വട്ടമേശ സമ്മേളനം. 1930, 31, 32 കാലഘട്ടമാണ് വട്ടമേശ സമ്മേളനം നടന്നത്. 1931 രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. ഓക്കെ ആണോ? ശരി, അടുത്തത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇവരുടെ PSC പോയിന്റുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രസിഡന്റുമാരുടെ ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1974, 1977 ഫസ്റ്റ് കാർഷികദായ നികുതി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫസ്റ്റ് കാർഷികദായ നികുതി ഇൻ ഇന്ത്യ. ഓക്കെ, അതിൽ ആ സമയത്ത് ഇദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. ഓക്കെ അല്ലെ? ഫസ്റ്റ് ആഭ്യന്തര അടിയന്തരാവസ്ഥ 1970 ജൂണിൽ പ്രഖ്യാപിച്ചു. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് ഇറക്കി. ഫസ്റ്റ് കാർഷികമായ നികുതി ഇന്ത്യയിൽ പാസ്സാക്കി നിലവിൽ വന്ന സമയത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. 1974-77 കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയത്. ആഭ്യന്തര അടിയന്തരാവസ്ഥ 1975 ജൂണിൽ പ്രഖ്യാപിച്ചു. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറത്തിറക്കിയ പ്രസിഡന്റ് 1975 ജൂൺ 25 ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ. ഫസ്റ്റ് കാർഷിക നികുതി ബില്ല് ഇന്ത്യയിൽ പാസ്സാക്കുന്ന സമയത്ത്, നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു 1974-77 കാലത്ത്. ഫസ്റ്റ് ആഭ്യന്തര അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറത്തിറക്കിയ പ്രസിഡന്റാണ്. ഫസ്റ്റ് കാർഷിക അതൊന്നും പറയോ? കാർഷികദായ നികുതി ബില്ല്, കാർഷിക ആദായ നികുതി ബില്ല്. ഓക്കെ അല്ലേ? ആഭ്യന്തര അടിയന്തരാവസ്ഥ 1970 ജൂൺ 25 പ്രഖ്യാപിച്ചു. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറത്തിറക്കി. സാറേ, ടൈം പീരീഡ് ഒന്ന് പറയോ? 1974-77 75 ജൂൺ 25 നിർഭാഗ്യവാനായ ഇന്ത്യൻ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നു. നിർഭാഗ്യവാനായ ഇന്ത്യൻ രാഷ്ട്രപതി എന്നറിയപ്പെടും. പ്രസിഡന്റുമാരെ തീർത്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ. നിർഭാഗ്യവാനായ ഇന്ത്യൻ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നു. ആരും പൊക്കളയരുത്. ഓക്കെ അല്ലേ? സാർ എല്ലാം കൂടെ ഒരു പ്രാവശ്യം പറയാവോ മൊത്തം? ആരാണ്? ഫക്രുദ്ദീൻ അലി അല്ലേ പറയണ്ടേ? അതെ, ഫക്രുദ്ദീൻ അലിയുടെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു 75 ജൂൺ 25. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറത്തിറക്കി. നിർഭാഗ്യവാനായ ഇന്ത്യൻ രാഷ്ട്രപതി. ഫസ്റ്റ് കാർഷിക ആദായ നികുതി
ഇന്ത്യയിൽ നിലവിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പാസ്സാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്. പിടികിട്ടിയ? യെസ് സർ. അടുത്തത് BD ജെട്ടി 977 ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു. സോറി, ഫക്രുദ്ദീൻ അലി അഹമ്മദ് അലി ഈ പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ തന്നെ പദവിയിലേക്ക് അന്തരിച്ച രണ്ടാമത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ അല്ലേ? BD ജെട്ടി 1977 ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ജോലി നോക്കി. 1977 BD ജെട്ടി ഇദ്ദേഹത്തിന്റെ ആത്മകഥ ചോദിച്ചു. ഇദ്ദേഹമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചു 1977 മാർച്ച് 21. 1977 മാർച്ച് 21 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1977 മാർച്ച് 21 ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. അദ്ദേഹത്തിന്റെ ആത്മകഥ BC വെച്ചിട്ട് ഐ ആം മൈ ഓൺ മോഡൽ. ഓക്കെ അല്ലേ? ഇനി അടുത്ത നീലം സഞ്ജീവ റെഡ്ഡി. ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു. ആത്മകഥ ഐ ആം മൈ ഓൺ മോഡൽ 77 മാർച്ച് 21 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പിൻവലിച്ചാണ്. 1977 മാർച്ച് 21 അടിയന്തരാവസ്ഥ പിൻവലിച്ചു. 75 മറ്റേ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ലേ, അത് പിൻവലിച്ചു. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് പ്രഖ്യാപിച്ച, ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ പിൻവലിച്ചു. 75 ജൂൺ മാസം 25 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ 77 മാർച്ച് മാസം 21 പിൻവലിച്ചു. 77 മാർച്ച്. സാർ, രണ്ട് അടിയന്തരാവസ്ഥ ഒരേ സമയം പിൻവലിച്ചല്ലേ? രണ്ട് അടിയന്തരാവസ്ഥ ഒരേ സമയം പിൻവലിച്ചു. 77 മാർച്ച് 21. കറക്റ്റാണ്. ഓക്കെ. 75 മാർച്ച് 21 ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. 1977 മാർച്ച് 21 ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. ഐ ആം മൈ ഓൺ മോഡൽ എന്നാണ് ആത്മകഥയുടെ പേര്. 1977 ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ജോലി നോക്കി. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കുഴപ്പിച്ച നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, റിപ്ലൈ താടേ, മെസ്സേജ് ഒന്നും വരുന്നില്ല. സർ ഓക്കെയാണ്. സർ. നീലം സഞ്ജീവ റെഡ്ഡി അടുത്ത ആള്. 1977 1982 നീലം സഞ്ജീവ റെഡ്ഡി അദ്ദേഹത്തിന്റെ കാലഘട്ടം. ലോക്സഭ സ്പീക്കർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ഏക വ്യക്തി. മുമ്പ് സ്ഥിരം ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ, ഇപ്പൊ കാണാറേ ഇല്ല അത്. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു. കേന്ദ്രമന്ത്രി, ചീഫ് മിനിസ്റ്റർ, സ്പീക്കർ, പ്രസിഡന്റ് എന്നിങ്ങനെ എല്ലാ പദവികളും പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ലോക്സഭ സ്പീക്കർ ലോക്സഭ സ്പീക്കർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ഏക വ്യക്തി. ഓക്കെ അല്ലെ? ലോക്സഭ സ്പീക്കർ ആയ ശേഷം പ്രസിഡന്റ് ആയ ഏക വ്യക്തി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ പ്രസിഡന്റ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉണ്ടല്ലോ, പുള്ളിക്ക് എതിരാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ആരോ മത്സരിച്ചിരുന്നു. ചെറിയ വോട്ടിന് ശതമാന അടിസ്ഥാനം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയതും രാജേന്ദ്ര പ്രസാദിനായിരുന്നു. ഓക്കെ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അത് രണ്ടാമത്തെ പ്രാവശ്യമല്ലേ? ഇല്ല, അത് ആദ്യത്തെ പ്രാവശ്യമാണ്. PSCയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞത് PSC പറഞ്ഞേക്കുന്ന നീലം സഞ്ജീവ റെഡ്ഡിയാണ്. അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം രാജേന്ദ്ര പ്രസാദിനോട്. ഓക്കെ സർ, ടൈം പീരീഡ് ഒന്നുകൂടെ പറയോ? ടൈം പീരീഡ് 77-82 ആണ്. 977-82 ആണ്. ഓക്കെ സർ. ഓക്കെ, ഞാൻ ഈ PSCയുടെ ക്വസ്റ്റ്യൻസ് ഓറിയന്റഡ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ, കൂടുതലായിട്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഓക്കെ അല്ലേ? കേന്ദ്രമന്ത്രി, ചീഫ് മിനിസ്റ്റർ, സ്പീക്കർ, പ്രസിഡന്റ് എന്നിങ്ങനെ പദവികൾ വഹിച്ച ആളാണ്. ഓക്കെ അല്ലേ?
ഒന്ന് പറയാമോ? പറയാമോ സർ? അതായത് കേന്ദ്രമന്ത്രിയായിട്ട് മന്ത്രി പദവി അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ട് അദ്ദേഹം. ആന്ധ്രയിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ട്, സ്പീക്കർ ആയിട്ടുണ്ട്, പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇത്രയും പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളെല്ലാം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ആയിട്ടില്ല എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പ്രധാനപ്പെട്ട പദവികളെല്ലാം അദ്ദേഹം വഹിച്ചു. കേന്ദ്രമന്ത്രി, ചീഫ് മിനിസ്റ്റർ, സ്പീക്കർ, പ്രസിഡന്റ്. ഓക്കെ ആണോ? പ്രസിഡന്റുമാരെ കഥ ഫുള്ള് ഞാനങ്ങ് പറഞ്ഞോട്ടെ, കുറച്ച് മാത്രമേ ഉള്ളൂ പറയാൻ. പറഞ്ഞോട്ടാ, ബാക്കി വിടാം. അടുത്തത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഗ്യാനി സെയിൽസും പറഞ്ഞോളൂ. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നില്ലേ? സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് പ്രസിഡന്റ്. ഗ്യാനി സെയിൽ സിംഗ് 1982-87 ആദ്യത്തെ സിഖുകാരനായിട്ടുള്ള പ്രസിഡന്റ് ആയിരുന്നു. വാഹനാപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. പദവി കാലാവധി കഴിഞ്ഞ ശേഷമാണ് വാഹനാപകടത്തിൽ മരണപ്പെടുന്നത്. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച പ്രസിഡന്റ് ആണ്. തപാൽ ബില്ലാണ് അദ്ദേഹം പിടിച്ചു വെച്ചത്. 1986 അവന്റെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ഉത്തരവ് കൊടുത്ത പെർമിഷൻ കൊടുത്ത ആ സമയത്ത് അത് നടന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റുമായിരുന്നു. രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയും പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് പ്രസിഡന്റ് ആയിരുന്നു. കാർ അപകടത്തിൽ മരണപ്പെട്ടു. പദവി ഒഴിഞ്ഞതിനു ശേഷം കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഓക്കെ ആണോ? ശരി. ആർ വെങ്കിട്ടരാമൻ. ഒന്നും കൂടെ പറയാമോ? ഫസ്റ്റ് സിഖുകാരൻ, പദവി ഒഴിഞ്ഞതിനു ശേഷം വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ പ്രസിഡന്റ്. അതായത് പദവി ഒഴിഞ്ഞതിനു ശേഷം അദ്ദേഹം വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നത്. നമ്മുടെ പോക്കറ്റ് വീറ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ചു. തപാൽ ബില്ലാണ് അദ്ദേഹം പോക്കറ്റ് വീറ്റ് അദ്ദേഹം ഉപയോഗിക്കുന്നത് വർഷം 986. പോക്കറ്റ് വീറ്റ് അതിനു മുമ്പ് പലരും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ PSC പറയുന്നത് ഇദ്ദേഹമാണെന്നാണ്. അതിനുശേഷവും പലരും ഉപയോഗിച്ചിട്ടുണ്ട്. 1987 അദ്ദേഹത്തിന്റെ കാലഘട്ടം 82-87. പോക്കറ്റ് വീറ്റോയുടെ വർഷം 986. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ഒക്കെ നടന്ന സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. മറ്റേ സിഖ് കഥമൊക്കെ നടന്നിട്ടുണ്ടല്ലോ, ബിന്ദ്രംവാലയൊക്കെ ആയിട്ട് ആ സമയത്ത്. ഇനി വെങ്കിട്ടരാമൻ 1987-92. ആർ വെങ്കിട്ടരാമൻ 1987-92. 87-92. ഞാനിത് നീട്ടിക്കൊണ്ട് പോണ പ്രസിഡന്റുമാര് തീർന്നില്ലെങ്കിൽ പിന്നെ അത് പെൻഡിങ് ആയിട്ട് അവിടെ കിടക്കും. അതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? കുഴപ്പമില്ല സർ. ഓക്കെ. വെങ്കിട്ടരാമൻ തമിഴ്നാട് 1987 മുതൽ 1992 വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. തമിഴ്നാടിന്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ ആർ വെങ്കിട്ടരാമൻ. VR കൃഷ്ണ അയ്യരെ, നമ്മുടെ മലയാളിയായ VR കൃഷ്ണ അയ്യരുമായിട്ട് ആയിരുന്നു ഇദ്ദേഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തത്. അദ്ദേഹത്തെ VR കൃഷ്ണ അയ്യരെ പരാജയപ്പെടുത്തിയാണ് ഇദ്ദേഹം പ്രസിഡന്റ് പദവി ആയത്. മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്ന പുസ്തകം ഫേമസ് ആണ്. PSC ഒരുപാട് തവണ ചോദിച്ചു. 3 പോയിന്റ് ഞാൻ പറഞ്ഞോളൂ. കാലഘട്ടം കൂടാണ്ട് 87 മുതൽ 92 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. തമിഴ്നാടിന്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്നു. VR കൃഷ്ണ അയ്യരെ പരാജയപ്പെടുത്തി മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തിന്റെയാണ്. PSC ഒരുപാട് തവണ ചോദിച്ച പുസ്തകം. ഓക്കെ അല്ലേ? അടുത്തത് ശങ്കർ ദയാൽ ശർമ്മ 1992 മുതൽ 97. ഓക്കെ അല്ലേ? ഒരുപാട് കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ കൂടെ. കാലഘട്ടം ഒന്നും കൂടി പറയാമോ? കാലഘട്ടം ശങ്കർ ദയാൽ ശർമ്മയുടെ ആണോ? 92-97. പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളൊന്നുമില്ല. ഇദ്ദേഹം മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിന്റെയും പഞ്ചാബിന്റെയും ഒക്കെ ഗവർണർ ആയിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത പ്രസിഡന്റ്, 10ാമത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ്. എല്ലാവർക്കും അറിയാം ആരുടെ 10ാമത്തെ ഇന്ത്യൻ പ്രസിഡന്റ്? KR നാരായണൻ. 10ാമത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് KR നാരായണൻ. 1997 മുതൽ 2002 വരെ ഇദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ്. 97 മുതൽ 2002 വരെ.
ഒരുപാട് PSC ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ട്. കോട്ടയത്ത് ഉഴവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 1920 അദ്ദേഹം ജനിച്ചത്. 1920 കോട്ടയത്ത് ഉഴവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉപരാഷ്ട്രപതി ആയിട്ടുണ്ട്, പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഉപരാഷ്ട്രപതിയും പ്രസിഡന്റും ആയിട്ടുള്ള മലയാളി, ഏക മലയാളി. ആദ്യത്തെ ദളിത് പ്രസിഡന്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഫസ്റ്റ് പ്രസിഡന്റ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ഫസ്റ്റ് പ്രസിഡന്റ്. അന്ത്യവിശ്രമ സ്ഥലം ഉദയഭൂമി. ഇമേജസ് ആൻഡ് ഇൻസൈറ്റ്സ് എന്നത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. നെഹ്റു ആൻഡ് ഹിസ് വിഷൻ എന്നതും അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഒന്നുകൂടെ പറയാം. 1997 മുതൽ 2002 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. 1920 ഉഴവൂർ കോട്ടയത്ത് ജനിച്ചു. പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ആയ ഏക മലയാളി. ഫസ്റ്റ് ദളിത് പ്രസിഡന്റ്. ലോക്സഭ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഫസ്റ്റ് പ്രസിഡന്റ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ഫസ്റ്റ് പ്രസിഡന്റ്. ഉദയഭൂമി അന്ത്യവിശ്രമ സ്ഥലം. ഇമേജ് ആൻഡ് ഇൻസൈറ്റ്സ് എന്നത് പുസ്തകമാണ്. നെഹ്റു ആൻഡ് ഹിസ് വിഷൻ എന്നതും പുസ്തകമാണ്. PSC ഇത്രയും പോയിന്റാണ്. പോയിന്റുകളൊന്ന് പതുക്കെ പറയുമോ? പറയാം, പതുക്കെ പറയാം. 1920 ഉഴവൂർ കോട്ടയത്ത് ജനിച്ചു. ഓക്കെ ആണോ? പ്രസിഡന്റ് ആയിട്ടും വൈസ് പ്രസിഡന്റ് ആയും പദവി വഹിച്ച ഏക മലയാളി. പ്രസിഡന്റ് ആയും ജോലി നോക്കി, വൈസ് പ്രസിഡന്റ് ആയും ജോലി നോക്കിയ ഏക മലയാളി. ഇന്ത്യയുടെ ആദ്യത്തെ ദളിതനായ പ്രസിഡന്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ദളിതനായ പ്രസിഡന്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ്. അന്ത്യവിശ്രമ സ്ഥലം ഉദയഭൂമി. പുസ്തകങ്ങൾ ഇമേജ് ആൻഡ് ഇൻസൈറ്റ്സ്, നെഹ്റു ആൻഡ് ഹിസ് വിഷൻസ്. ഇതിനെ ഓക്കെ ആണോ? എന്തെങ്കിലും ഒന്നുകൂടെ പറയണോ? സർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതലുള്ള പോയിന്റുകൾ ഒന്നുകൂടെ പറയുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ്. കേരള നിയമസഭ പോയിന്റുകൾ ഒന്ന് പറയുമോ? കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ്. കേരള നിയമസഭയിൽ പ്രസംഗിച്ച ആദ്യത്തെ പ്രസിഡന്റ്. അന്ത്യവിശ്രമ സ്ഥലം ഉദയഭൂമി. ഓക്കെ അല്ലേ? സിയാൻ ആർട്ട് വ്യക്തമാവുന്നില്ല, ഒന്നുകൂടെ പറയാമോ? ബുക്സ് ഒന്നുകൂടെ പറയാവോ? ബുക്സ് രണ്ട്. ഇമേജ് ആൻഡ് ഇൻസൈറ്റ്സ്, നെഹ്റു ആൻഡ് ഹിസ് വിഷൻ. കേട്ടില്ല സർ, ഒന്നുകൂടെ പറയാവോ? ഇമേജസ് ആൻഡ് ഇൻസൈറ്റ്സ്. ഇമേജസ് ആൻഡ് ഇൻസൈറ്റ്സ്. ഇമേജസ് ആൻഡ് ഇൻസൈറ്റ്സ്. നെഹ്റു ആൻഡ് ഹിസ് വിഷൻ. നെഹ്റു ആൻഡ് ഹിസ് വിഷൻസ്. സർ, ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കറക്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച ഇന്ത്യയുടെ പ്രസിഡന്റ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച ഇന്ത്യയുടെ പ്രസിഡന്റ്. എന്നാൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ, ഭൂരിപക്ഷം കിട്ടിയ ആരെന്ന് ചോദിച്ചാൽ അത് രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് KR നാരായണൻ. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഭൂരിപക്ഷം ലഭിച്ച ആർക്കെന്നൊക്കെ ചോദിച്ചാൽ അത് നമ്മുടെ ഇദ്ദേഹത്തിനാണ്, രാജേന്ദ്ര പ്രസാദ്. ഏതോ ഒരു നവോത്ഥാന നായകന്റെ ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ അയ്യങ്കാളിയുടെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലെ? അയ്യങ്കാളി ഒരു താണ ജാതിക്കാർക്ക് വേണ്ടി ഒരു ഹോസ്റ്റൽ തുടങ്ങിയിരുന്നു. ആ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ഇതാണ്. മഹാത്മാഗാന്ധി ഇന്റർവ്യൂ ചെയ്ത പ്രസിഡന്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ KR നാരായണെതിരെ മത്സരിച്ച മലയാളി TN ശേഷൻ. KR നാരായണനെതിരെ മത്സരിച്ച മലയാളി TN ശേഷാണ്. സോറി, മറ്റേ രണ്ട് പോയിന്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പോലും ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. KR നാരായണനെതിരെ മത്സരിച്ച ആള് TN ശേഷനാണ്.
അദ്ദേഹവും മലയാളിയായിരുന്നു. ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളിയാണ് TN ശേഷൻ. അദ്ദേഹം LK അദ്വാനിക്കെതിരെ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് തോൽക്കുകയും ചെയ്തു ഡൽഹിയിൽ. TN ശേഷൻ. ഓക്കെ അല്ലേ? ഒരുപാട് ഈ തെരഞ്ഞെടുപ്പ് ID കാർഡൊക്കെ കൊണ്ടുവന്ന് TN ശേഷനാണ്. ഓക്കെ ആണോടെ? പറയോ? അതായത് ലോക്സഭ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ KR നാരായണന് ഓപ്പോസിറ്റ് നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു മലയാളിയായ TN ശേഷൻ. ഓക്കെ അല്ലേ? ശതമാന അടിസ്ഥാനത്തിൽ വോട്ട് നേടി ജയിച്ച വ്യക്തി ആരാണ്? രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ വ്യക്തി KR നാരായണൻ. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം VV ഗിരി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം VV ഗിരി. അതും കറക്റ്റ് ആണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം VV ഗിരി. അത് PSC അത് ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാണ് അത് പറയുന്നത് ഞാൻ. ഓക്കെ അല്ലേ?